അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹബീബിങ്ങളെ, ലൈനിലുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ. ഹിഷാം ആണ് ആദ്യമായി മറുപടി പറഞ്ഞത്. ശബ്ദം ഓക്കെയാണോ എന്ന് പറയൂ കേട്ടോ. ഹിഷാമിന് ശേഷം ബിൻ ഇബ്രാഹിം, ഷഫീഖ് ടി അലൈഹിസ്സലാം, AR ദാരിമി, ഫിറോസ്, ഉസ്മാൻ പുലാപ്പറമ്പിൽ, നൗഫൽ, മുബഷിർ, നസീഹ റഷീദ്, നൗഷാദ്, സാബിത്ത്, അസീഫ്, അച്ചു സാപ്പു, അബു ഹനി, അനസ് നന്നാടൻ, റാഫി, റഷീദ് ഫൈസി, ബക്കർ, വലൈക്കുംസ്സലാം, ഉസ്മാൻ പലപ്പറമ്പിൽ, അസ്ലാം അസ്ലമി, മുഹമ്മദ് ബഷീർ ചെറുവാടി, മുഹമ്മദ് കുട്ടി, ബിൻ ഇബ്രാഹിം, സീന അൻസാരി, അലി മുഹമ്മദ് മുജി, ഫർസൻ റിയസ്, മുഹമ്മദ് ഷഹീർ, മാഹിൻ ഷാസ്, നൂറു. പഠിച്ചവനെ 156 ആള് അര മിനിറ്റിലായിട്ടുണ്ടല്ലോ. നിയാസ് കൊടത്തിൽ, മിന്നത്തുർ റഹ്മാൻ, ബിൻ ഇബ്രാഹിം, നാഫി പാലപ്പള്ളി, ഷാവുൽ അമീദ്, മുഹമ്മദ് അഫ്ലൽ, മുഹമ്മദ് മുസ്തഫ, ഹാരിസ് ബങ്ങര, നാഫി പാലപ്പള്ളി, അനിഷാദ്, അഷ്കർ ചെറുമംഗലം, മുഹമ്മദ് മുസ്തഫ കെ, ഷംസുദ്ദിയാർ, സലീം പായിമ്പാടം, ഹമീദ് നൂറാനി. മാഷാ അല്ലാ, നാട്ടിലുണ്ടല്ലേ. വളരെ സ്പീഡിലാണ് മെസ്സേജ്. 155 ആൾ 1 മിനിറ്റ് ആകുന്നതിൻ്റെ മുമ്പ് എത്തിയിട്ടുണ്ട്. ബഷീർ അലന്നൂർ, മാഷാ അല്ലാ. ഷഫീഖ് പാപ്പ, ജുനൈദ് പെരുമ്പിലാവ്, മാഷാ അല്ലാ. സുംബുല, ഇസ്മായിൽ ഉദവി ചെമ്മലശ്ശേരി, മാഷാ അല്ലാ. ഉസ്താദ് ദുആ ചെയ്യും. റഷീദ് അലനല്ലൂർ, കെപി റനീസ്, അൻസാദ് ഇബ്രാഹിം, എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ. യാസിർ ഫൈസി, സൗണ്ട് ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. ജലീൽ, ബിൻ ഇബ്രാഹിം, ഷർഫുദ്ദീൻ, സലീം. ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വെരി സോറി. അത്രയും സ്പീഡിൽ 216 ആൾ 1 മിനിറ്റിലായിട്ടുണ്ട്. റെക്കോർഡാണല്ലോ. സയ്യിദ് ഫായിസ് മുഷൈഖ്, ജാഫർ പാലക്കമ്മൽ, മുഹമ്മദ് ഇലിയാസ്, മുജി, താങ്ക് യു. ഷിയാബ് പുതിയടത്ത്, താങ്ക് യു. ഷക്കീർ മുഹമ്മദ്, മുത്തേന്ന്, താങ്ക് യു. കരീമടയൂർ, മുഹമ്മദ് ഷക്കീർ മണലടി. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരെ, നമ്മുടെ ഹബീബിങ്ങൾ ആരെങ്കിലും എത്താത്തവർ അറിയാത്തവരുണ്ടെങ്കിൽ, ഞാനൊന്ന് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ അഡ്മിൻസിൻ്റെ പോസ്റ്റിലൂടെയാണ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുക, ഞാൻ ഇട്ടിട്ടില്ല. ഒന്ന് പെട്ടെന്ന് ഷെയർ ചെയ്യുക. 281 ആള് 2 മിനിറ്റിലായിട്ടുണ്ട് അല്ലേ. ജസാക്കുമുല്ലാഹു ഖൈർ. നിങ്ങൾ എന്തുമാത്രം വെയിറ്റ് ചെയ്യുന്നു എന്നത് സൂചിപ്പിക്കുന്നുണ്ട്. പൊന്നാനിയിലെ ബ്ലൂ സ്ക്വയർ പ്രസംഗം എന്താണ് പറഞ്ഞു? ഉഷാറായി. തുടക്കത്തിലെ കവിതാലാവൻ, അഷ്കർ ജറാമിൽ, താങ്ക് യു. ജസാക്കല്ലാ. പേര് ആരുടെയെങ്കിലും വായിച്ചിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. 310 ആളായിട്ടുണ്ട് 2 മിനിറ്റിൽ. വളരെ സ്പീഡിലാണ് പോയത്. നമ്മൾ ഇന്നത്തെ വിഷയത്തോടു കൂടെ ആനുകാലികമായി ചില കാര്യങ്ങൾ കൂടി പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഷാനു, താങ്ക് യു. ദേശമംഗലത്തെ നമ്മുടെ കോൺഗ്രസിൻ്റെ നേതാവാണ്. അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ നേരുന്നു. നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒക്കെ വളരെ അടുത്ത ഒരാളാണ്. ഇന്ന് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. നന്നായി പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ. താങ്ക് യു. ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ട് ഒന്നും കൂടി കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അത്രയും സ്പീഡിലാണ്. 322 ആളായിട്ടുണ്ട്. നമ്മൾ 350 ആളായാലാണ് തുടങ്ങാറ്. മുസ്താദ്, ഞാൻ വീട്ടിലൊന്ന് നോക്കണം. ഷർബുദ്ദീൻ, ഓക്കെ. ഷൗക്കത്ത് അലി, കുറച്ചായാലോ കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ്റെ എനിക്ക് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇലക്ഷൻ്റെ തിരക്കിൽ നമ്മൾ ലൈവ് വേണ്ടെന്ന് വെച്ച് മാറി നിന്നാണ്. ഫുജൈറയിലാണ്. പോയി. അബൂബക്കർ അലൈഹിസ്സലാം, റഷീദ് പൂവത്താണി, ഓക്കെ.
സുഖമാണ് ഷഫീർ വളമംഗലം, മുജീബ് മുജി, അബ്ദുൽ വാഹിദ്, ലൈല ബഷീർ, സുബൈദ അബൂബക്കർ, സയ്യിദ്. ഇന്നത്തെ പോസ്റ്റ് നന്നായി, താങ്ക് യു. പോസ്റ്റ് നന്നായി, പക്ഷേ പോസ്റ്റ് എന്താന്ന് പോലും അറിയാതെ ചില ആൾക്കാരുടെ പ്രതികരണം നിങ്ങൾ കണ്ടില്ലേ? എന്തുട്ടാണ് നമ്മൾ എഴുതിയതെന്ന് പോലും ചിന്തിക്കാതെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ, അത്രയേ ഉള്ളൂ. പോസ്റ്റ് എന്താന്ന് പോലും അറിയാതെ. 388 ആളായിട്ട് നമ്മൾ 5 മിനിറ്റിൽ തുടങ്ങും കേട്ടോ. സാബിത്ത് വാഫി ഇന്നത്തെ പോസ്റ്റ് പൊളിച്ചു, താങ്ക് യു. ഷമീർ, എൻ്റെ പേര് പറഞ്ഞിട്ടില്ല. ഷമീർ സമീർ PKCP കടിയങ്ങാട്, അബ്ദുൽ വാഹിദ്, സലീം KPM. ഉസ്താദിനെ കാണാൻ ആഗ്രഹിച്ചു, ബസൽ മീർ. സ്വർഗത്തിൽ ഇതേപോലെ കാണാനുള്ള ഒപ്പിക്കട്ടെ. 431 ആളുണ്ട്. എത്ര ആൾ ഷെയർ ചെയ്തതെന്ന് നോക്കട്ടെ, എന്നാലേ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നുള്ളൂ. എനിക്ക് കാണാൻ പറ്റുന്നില്ലെന്ന് കമൻറ്റ് ചെയ്താൽ നന്നാവും. ഇന്ന് പലരും ഉസ്താദിൻ്റെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കുന്നു, അതാണ് ഇത്രയും പെട്ടെന്ന് ആളുകൾ. നമ്മളെന്തൊട്ട് പറയുന്നു? നമ്മളെന്നും പറയുന്ന നിലപാട് തന്നെയാണ് എന്നും പറയാറുള്ളത്. അത് ആർക്ക് ഇഷ്ടമാകുന്നു ആർക്ക് അനിഷ്ടമാകുന്നു എന്നുള്ളത് നമ്മൾ നോക്കാറില്ല. പറയാനുള്ളത് പറഞ്ഞിരിക്കും. അത് ചില ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത പോസ്റ്റിൽ മാത്രം ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ബാക്കിൽ എന്തുകൊണ്ടൊക്കെ നമ്മൾ പറഞ്ഞതെന്ന് അവർ നോക്കാൻ പലപ്പോഴും ശ്രമിക്കാറില്ല. അതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഒരാളെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പോസ്റ്റിൽ നിന്ന് മാത്രം മനസ്സിലാക്കുന്ന ചില ആളുകളുണ്ട്. സോ നമ്മളവരെ വെറുതെ വിടുക. ആരോഗ്യകരമായ എല്ലാ കമൻറ്റ് നമ്മൾ വായിക്കാറുണ്ട്, വിമർശനങ്ങൾ ഉൾക്കൊള്ളാറുണ്ട്. 400 ആളുണ്ട് ഇപ്പോൾ ലൈനിലല്ലേ. നമ്മുടെ അഡ്മിൻസിനെ ആരും കാണാറില്ലല്ലോ. നിരീശ്വരവാദികൾക്ക് കണക്കിന് കൊടുക്കണം. അല്ല, നിരീശ്വരവാദികൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാലേ അവരുടെ ഈ വില കുറഞ്ഞ ആരോപണങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാറില്ല. ക്രിയാത്മകമായ വിമർശനങ്ങൾക്ക് മാത്രമേ നമ്മൾ മറുപടി പറയുള്ളൂ. കാരണം അവരുടെ ഒരു അജണ്ടയാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അജണ്ട ഇട്ട് കൊടുക്കുക എന്നുള്ളത് അവരുടെ ഒരു അജണ്ടയാണ്. അത് നമ്മളതിൻ്റെ പിന്നാലെ ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ അഭിപ്രായ പ്രകാരം നമ്മൾ അവർക്ക് അജണ്ട ഇട്ട് കൊടുക്കണം എന്നുള്ളതാണ്. എത്രമാത്രം അത് നടക്കുമെന്ന് എനിക്കറിയില്ല. ആസിഫ് ടി, ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അത് വായിച്ചാൽ മതിയല്ലോ. റാസൽ കൈമയിൽ നിന്നും കൊല്ലം ടൗൺ പാസ് ചെയ്യുമ്പോൾ വിളിക്കണേ എന്ന് പറഞ്ഞു. കൊല്ലത്ത് നമ്മൾ 2-ാം തീയതി കൊല്ലം ടൗണിലൂടെ പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നൗഷാദ്, നിങ്ങളൊന്ന് ഇൻബോക്സിൽ വന്നാൽ. അബ്ദുറഹീം ദേശമംഗലം, നിലപാട് ഇഷ്ടമായി. അബ്ദുറഹീം നമ്മളവിടുത്തെ ദേശമംഗലത്ത് CPM-ന്റെ പ്രവർത്തകനാണ്, DYFIയുടെ പ്രവർത്തകനാണ്. പക്ഷേ ഉറച്ച സമസ്തക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിലൊക്കെ ചിലപ്പോൾ അബ്ബാസ് അലി തങ്ങളൊക്കെ ആയിരിക്കും. അദ്ദേഹം പറയുന്നു നിലപാട് ഇഷ്ടമായി എന്ന്. അതാണ്, അങ്ങനത്തെ സമസ്തക്കാരെയാണ് നമുക്ക് ആവശ്യം. പൊളിറ്റിക്കലായി കോൺഗ്രസോ മാർക്സിസ്റ്റ് പാർട്ടിയോ ലീഗോ അതൊക്കെ അവരുടെ താല്പര്യം. പക്ഷെ സമസ്തയുടെ ഒരു വിഷയം വരുമ്പോൾ സമസ്തയോടൊപ്പം നിൽക്കണം. അങ്ങനെയല്ല പലപ്പോഴും കാണുന്നത്. റഹീമിനെ പോലെയുള്ള പ്രവർത്തകന്മാർ തന്നെ. അദ്ദേഹം അടിയുറച്ച മാർക്സിസ്റ്റുകാരനാണ്, നല്ല ദീനി പ്രവർത്തകനുമാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കെതിരെ ഇട്ടൊരു പോസ്റ്റായിട്ട് പോലും, പാർട്ടിക്കെതിരെയല്ല, ഒരു പരാമർശത്തിനെതിരെ അദ്ദേഹം നല്ല പോസ്റ്റ് എന്ന് പറയുമ്പോൾ അത് സമസ്തയെ നെഞ്ചേറ്റി. അദ്ദേഹത്തെ എല്ലാവരും ഒന്ന് വിഷ് ചെയ്യും കേട്ടോ. എറണാകുളം രാത്രി ഇന്നലെ പള്ളിയിൽ ഉസ്താദിനെ കാണാൻ ഇറങ്ങി, നേരം വൈകി ഇറങ്ങിയില്ല. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ആളായി. നമ്മുടെ അഡ്മിൻസ് ആരും വന്നത് കാണുന്നില്ലല്ലോ. ഒരു കമൻറ്റ് ചെയ്ത് നമുക്ക് തുടങ്ങാം. ഒത്തിരി കമൻറ്റുകൾ വന്നിടൊന്നും വായിക്കാൻ പറ്റിയിട്ടില്ല. ആരുടെയെങ്കിലും വായിച്ചിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കമൻറ്റ് ചെയ്താൽ ഞാൻ ലാസ്റ്റ് എല്ലാതും വായിക്കാറുണ്ട്, നിങ്ങൾക്കറിയാലോ. ഹക്കി മുഹമ്മദിൻ ഒരു 50 ആയിക്കോട്ടെ കേട്ടോ. 510 ആളുണ്ട് ഇപ്പോൾ. ഓക്കെ, ഡിസംബറിലെ തണുത്തുറഞ്ഞ രാത്രിയിൽ നീലഗിരിയിൽ നിന്നും, വെരി വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് നീലഗിരി.
ചിലപ്പോൾ ശനിയാഴ്ച വെള്ളിയാഴ്ച എങ്ങാനും ഞാൻ നീലഗിരിയോട് പാസ് ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങളൊന്ന് ഇൻബോക്സിൽ വരും കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം. നീലഗിരി വഴി യാത്ര ചെയ്യാനുള്ളൊരു പ്രോഗ്രാമുണ്ട്. ഞാനെല്ലാം 2-3 നാളുണ്ടാവും കൂട്ടെ. $520 ആളുകൾ ഒന്നുകൂടി ഷെയർ ചെയ്താൽ കുറച്ച് ആളുകൾ എത്തും. അപ്പോൾ നമ്മുടെ ഹബീബിങ്ങളെ, നമ്മുടെ യാത്രയുടെ 113 എന്ന് തോന്നുന്നു. എനിക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല, ക്യാപ്ഷൻ കൊടുക്കാതിരുന്നത് കൊണ്ടാണ്. 13 തോന്നുന്നു. യാത്രയുടെ നൈൽ നദിയുടെ തീരത്തിലൂടെ യാത്ര ഇന്നും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് നമ്മുടെ ഇടവേളയിൽ കുറേ നമ്മൾ പരാമർശിക്കേണ്ടതായ വിഷയങ്ങൾ കടന്നുപോയി. അതിനെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ട് നമുക്ക് ആരംഭിക്കാം. ഒന്നാമത്തെ പ്രശ്നം ഉണ്ടായത് കേരളത്തിലെ യുക്തിവാദ മതത്തിന്റെ അപ്പോസ്തലനായി അറിയപ്പെടുന്ന രവിചന്ദ്രന്റെ ഒരു പോസ്റ്റായിരുന്നു. അദ്ദേഹത്തെ പലപ്പോഴും നമ്മൾ വെറുതെ വിടാറാണ് പതിവ്. എന്തോന്ന് വെച്ചാൽ ഗജ ഫ്രോഡുകളെ വെറുതെ വിടണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ വെറുതെ വിടാനുണ്ടായ കാരണം യുക്തിവാദി എന്ന് പോലും അദ്ദേഹത്തെ കുറിച്ച് പറയാൻ പറ്റില്ല. ഉസ്താദിനെ ഞാൻ ഒരിക്കൽ വിമർശിച്ചിട്ടുണ്ട്. ഉസ്താദ് പൊരുത്തപ്പെടണം. അനസ് നന്നാടൻ. മാഷാ അല്ലാ, അതൊന്നും കുഴപ്പമില്ലെന്ന്. വിമർശിക്കണമല്ലോ. എന്താ വിമർശിച്ചാൽ എന്താണ് പ്രശ്നം? നമ്മുടെ ഒരു സ്ഥിരം നിലപാട്, നിങ്ങൾ എന്നെ പരിചയമുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരു വ്യക്തിയെ പേഴ്സണലായി നമ്മൾ ഒരിക്കലും വിമർശിക്കാറില്ല. പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ അത് ഏത് സംഘടനയുടെ ആളാകട്ടെ നമ്മൾ വിമർശിക്കാറില്ല. സംഘടനാപരമായി ആശയപരമായി ചില കാര്യങ്ങൾ പരാമർശിക്കുമെന്നല്ലാതെ. ഏത് പോസ്റ്റിനാണ് നിങ്ങൾ എന്നെ വിമർശിച്ചതെന്ന് എനിക്കറിയില്ല. എന്തായാലും അതൊരാശയപരമായ വിമർശനമാണെങ്കിൽ ഞാൻ പൊരുത്തപ്പെട്ടു വന്നിരിക്കുന്നു. വ്യക്തിപരമായ വിമർശനങ്ങളൊക്കെ നമുക്ക് നാളെ പരലോകത്ത് ഗുണം ചെയ്യുന്നതല്ലേ. അവിടെ ചെല്ലുമ്പോൾ കുറേ നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടില്ലേ. അപ്പം അനസിൻ്റെ ഒരു അക്കൗണ്ടിൽ നമുക്ക് കിട്ടട്ടെ. ആ കാര്യത്തിൽ മാത്രം എനിക്ക് ഭയങ്കര ധൈര്യമാണ്. ഞാൻ അങ്ങനെ വ്യക്തിപരമായ ഒരാളോടും പൊരുത്തപ്പെടിക്കാനുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹം, താങ്ക് യു അനസ്, ഒരു പട്ടിയെ ഒരാൾ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു സംഭവം ഉണ്ടായല്ലോ കേരളത്തിൽ. അപ്പോഴദ്ദേഹം പോസ്റ്റ് ഇട്ടത്, ഞാനതിൻ്റെ ബ്രീഫ് ചെയ്ത് പറയുകയാണ്. അദ്ദേഹത്തിന് പോസ്റ്റ് മുഴുവൻ വായിക്കാൻ സമയമില്ല. അയാൾ പറഞ്ഞത് അത് ഉസാമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട, അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. നായയെ അങ്ങനെയാണ് ഇസ്ലാം കാണുന്നത് എന്നാണ്. അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ എപ്പോഴും ഇസ്ലാമോഫോബിക്കാണ്. അങ്ങനെ കൃത്യമായി ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. യുക്തിവാദികൾ എന്ന് പറയുന്നത് എപ്പോഴും അവരുടെ അജണ്ട, ഓരോ എല്ലും കഷ്ണങ്ങൾ നമുക്ക് ഇട്ടുതരും, നമ്മളെ കടിപിടി കൂടിക്കൊണ്ടിരിക്കും. നമ്മുടെ സൊസൈറ്റിയിലെ കുറേ ആളുകൾ അതിൻ്റെ പിന്നിൽ അപകടത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല എന്നൊരു സന്ദേഹവും കൂടി, സങ്കടം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ചിലതൊക്കെ നമ്മൾ മൗനം കൊണ്ട് പ്രതിരോധം തീർക്കേണ്ടതുണ്ട്. ഗജ ഫ്രോഡുകളെ അവരുടെ വഴിക്ക് വിടേണ്ടതുണ്ട്. അതേസമയം ഇസ്ലാമിനെ കുറിച്ചുള്ള ക്രിയാത്മകമായ വിമർശനങ്ങളാണെങ്കിൽ സൈദ്ധാന്തികമായി, ദൈക്ഷണികമായി നമ്മുടെ ഭാഗത്തുനിന്ന് മറുപടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഭാഗത്തു നിന്നല്ല, പൊതുവെ ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഉജ്ജ്വലരായ പണ്ഡിതന്മാർ, യുവ പണ്ഡിതന്മാരൊക്കെ അതിന് മറുപടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം കൃത്യമായ ഒരു സംഘപരിവാർ അജണ്ടയാണ്. ഇടയ്ക്കിടയ്ക്ക് അവർ എന്നിട്ട് സംഘപരിവാറിനെ വിമർശിക്കും. അപ്പോൾ നമുക്ക് തോന്നും അദ്ദേഹം ഭയങ്കര സംഭവമാണ്. എനിക്ക് നിങ്ങളോട് പറയാറുള്ള, അദ്ദേഹത്തിൻ്റെ പേജ് ലൈക്ക് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അൺലൈക്ക് ചെയ്യണം. അതൊരു അജണ്ടയായി നമ്മൾ ഏറ്റെടുക്കണം. നമ്മൾ ആരെയാണ് ലൈക്ക് ചെയ്ത് അവരുടെ പോസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണോ? ഒരു വിവാദം ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്താൽ അവരെ കിട്ടുമല്ലോ. അവരെ നോട്ടിഫിക്കേഷൻ വരുന്നത് പോലും കുറ്റകരമായി കാണണം. ഇനി ഇത് നാളെ ട്രോളായി വരുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ലൈഫിൽ ഇതുവരെ ട്രോൾ വന്നിട്ടില്ല. അങ്ങനത്തെ ആളുകളെ നമ്മൾ ലൈക്ക് ചെയ്ത് പിന്തുടരേണ്ട ഒരു ആവശ്യമില്ല. സി ഫസ്റ്റ് ആക്കി വെക്കേണ്ട ഒരു കാര്യമില്ല. ഓക്കെ, അതായിരുന്നു ഒന്നാമത്തെ. നായയെ കുറിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ്?
നായ വേട്ടയാടി കൊണ്ടുവന്ന മൃഗത്തെ ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ച് ഫിഖ് പറഞ്ഞിട്ടുണ്ട്. നായയെ കാവലിനേൽപ്പിക്കുന്നതിനെ കുറിച്ച് ഫിഖ് പറഞ്ഞിട്ടുണ്ട്. അസ്ഹാബുൽ കഹ്ഫിന്റെ ഖിത്മീർ എന്ന് പറയുന്ന നായയെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ആ നായ സ്വർഗത്തിലാണ്. അപ്പൊ അതിൻ്റെ പേരിലാണ് ഇസ്ലാം അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഈ നായയെ അദ്ദേഹം കെട്ടിവലിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത്. ആ കെട്ടിവലിച്ച ആളൊരു യുക്തിവാദിയായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പൊ ഈ അജണ്ടകളെ എൻ്റെ മുസ്ലിം സൊസൈറ്റി തിരിച്ചറിയണം. മറ്റുള്ളവരുടെ ഫേസ്ബുക്കിൽ ഒരാളുടെ പോസ്റ്റ് കാണുമ്പോഴേക്ക് അതിന് മറുപടി പറയാനും അതിങ്ങനെ പോസ്റ്റായി ഷെയർ ചെയ്യാനും നമ്മൾ തയ്യാറാകരുത്. ചിലതൊക്കെ വെറുതെ വിടണം. കൃത്യമായി മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മറുപടി പറയാം എന്നല്ലാതെ അത് നമ്മുടെ പൊതു ഇടത്തിലേക്ക് വലിച്ചു കൊണ്ടുവന്ന് കണ്ടതിനും കാണാത്തതിനൊക്കെ വിമർശിക്കുന്ന ഒരു ശൈലി മുസ്ലിം സമൂഹം ആദ്യം ഉപേക്ഷിക്കണം. പോയിന്റ് നമ്പർ 1 അതാണ് അക്കാര്യത്തെക്കുറിച്ച് നമ്മുടെ ഇടവേളയിൽ സംഭവിച്ചൊരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിജയാഹ്ലാദത്തിനിടയിൽ പാലക്കാട് ഹരേ ശ്രീറാം എന്ന് പറയുന്ന ഒരു ബാനർ തൂക്കി. നമ്മൾ കൃത്യമായി ഫേസ്ബുക്കിലും അതല്ലാതെ മലപ്പുറം വെസ്റ്റ് ജില്ലയുടെ ബ്ലൂ സ്ക്വയറിൽ പൊന്നാനിയിലും അതിന് കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ മുകളിൽ സ്വന്തം താല്പര്യപ്രകാരം അങ്ങനെ വെക്കാൻ ഇവിടെ ആർക്കും അധികാരമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വസ്തുത. മതേതരത്വം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മതനിരപേക്ഷത എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലൊരു പ്രയോഗം. മതേതരത്വം എന്ന് പറയുന്നത് 3 തരത്തിൽ വിവക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മതനിഷേധാത്മകമായ ഒരു മതേതരത്വമുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ പലരും ഫോളോ ചെയ്യുന്നത് മതനിഷേധാത്മകമായ ഒരു മതേതരത്വത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ മതേതര റിപ്പബ്ലിക് എന്ന് കാണുമ്പോൾ തന്നെ അത് നമ്മുടെ ഇന്ത്യയെ പോലെയാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട. രണ്ടാമത്തെ ഒന്ന്, വ്യക്തികൾക്ക് മതം ജീവിക്കാം, പക്ഷെ സാമൂഹിക ജീവിതത്തിൽ മതം ഇടപെടൽ നടത്താൻ പാടില്ല എന്ന് പറയുന്ന ഒരു മതേതരത്വമുണ്ട്. എന്ന് പറഞ്ഞാൽ വ്യക്തികൾക്ക് മതം അനുഷ്ഠിക്കാം, പക്ഷേ ഇപ്പം പർദ്ദ ധരിക്കുക ഫോർ എക്സാമ്പിൾ, അത് അവരുടെ സാമൂഹിക ജീവിതത്തിൽ ഇടപെടുമ്പോൾ അങ്ങനെ പാടില്ല. അങ്ങനെയൊക്കെ തുടങ്ങിയ ഒരു മതേതരത്വം ഉണ്ട്. എന്നാൽ ഇന്ത്യയിലെ മതേതരത്വം എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഓരോരുത്തർക്കും അവരുടെ വ്യക്തിപരമായ വിശ്വാസം, ആചാരം, അനുഷ്ഠാനം, പ്രൊപ്പഗേഷൻ ആൻഡ് പ്രാക്ടീസ് ഇതൊക്കെ അനുവദിക്കുന്ന ഒരു ഭരണഘടനയാണ്. ലോകത്തെ ഏറ്റവും മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയുടെ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രിയാമ്പിളിൽ ആമുഖത്തിൽ പറയുന്നുണ്ട് സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ച്, എക്കോണമിക്കൽ ജസ്റ്റിസിനെ കുറിച്ച്, പൊളിറ്റിക്കൽ ജസ്റ്റിസിനെ കുറിച്ച്, അപ്പോൾ പേഴ്സണൽ ജസ്റ്റിസിനെ കുറിച്ച് ഇതൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ രാജ്യത്തിനൊരു മതമില്ല എന്നുള്ളതാണ്. ഇന്ത്യ മഹാരാജ്യത്തിനൊരു മതമില്ല. ഓക്കെ, അപ്പോൾ സൗദി അറേബ്യയെ പോലെയുമല്ല ഇന്ത്യ. സൗദി അറേബ്യയിൽ ഇസ്ലാമിക ഭരണമാണെന്ന്, മുസ്ലിം ഭരണമാണെന്ന് പറയാൻ കഴിയുന്നുണ്ടെങ്കിലും സൗദിയിലെ രാജാവിനെതിരെ ജിദ്ദ ഷറഫിയയിൽ വെച്ച് 1 മിനിറ്റ് സംസാരിച്ചാൽ പിന്നെ നമ്മൾ പുറംലോകം കാണില്ല. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെ ഘോരഘോരം പ്രസംഗിക്കാൻ അവകാശമുള്ള രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. അടിസ്ഥാനപരമായി അത് മനസ്സിലാക്കുക. അപ്പോൾ ഹരേ ശ്രീരാം എന്ന് രാജ്യത്തെ ഒരു ഹിന്ദുവിന് വിളിക്കുന്നതിന് ഇവിടെ ആരും തടസ്സമല്ല. തടസ്സമാകാനും പാടില്ല. പക്ഷെ അതൊരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ മുകളിൽ തൂക്കുന്നത് കുറ്റകരമാണ്. അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ചിലരൊക്കെ ഫേസ്ബുക്കിലിട്ട് നമ്മുടെ സമുദായത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റപ്പ് എത്രമാത്രം മാറിപ്പോയി എന്നറിയാൻ വേണ്ടി ഞാൻ പറയാം. ചിലർ പറഞ്ഞു മലപ്പുറം ജില്ലയിലെ നഗരസഭയുടെ മുകളിൽ അല്ലാഹു അക്ബർ എന്ന് എഴുതിയിട്ടാൽ എന്താണ് എന്ന്. ഞാൻ പറയുന്നു, ആ ചോദ്യം പോലും വിഡ്ഢിത്തമാണ് ഹബീബിങ്ങളെ. ആ ചോദ്യം പോലും വിഡ്ഢിത്തമാണ്. ഞാനത് 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിലിട്ടു. ഇന്ന് നിങ്ങൾക്ക് കാസർഗോഡ് അതിൻ്റെ ദുരന്ത ഫലം അനുഭവിക്കേണ്ടി വന്നില്ലേ? അങ്ങനെ വിളിച്ചോ ഇല്ലേ? ഒരാൾ ഹരേ ശ്രീരാം വിളിച്ചപ്പോൾ ഒരാൾ അല്ലാഹു അക്ബർ വിളിച്ചു എന്നാ പറയുന്നത്. അല്ലാഹു അക്ബർ വിളിച്ചില്ല എന്ന് പിന്നെ നിഷേധക്കുറിപ്പ് വന്നിട്ടുണ്ട്. എങ്കിൽ പോലും അതൊരു ചർച്ചയായി വന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഹരേ ശ്രീരാം എന്ന പ്രകോപനപരമായ മുദ്രാവാക്യത്തിന് പകരം വിളിക്കേണ്ട മുദ്രാവാക്യമല്ല അല്ലാഹു അക്ബർ എന്ന്. അത് നമ്മൾ എന്നാണ് തിരിച്ചറിയുക? ഹരേ ശ്രീരാം എന്ന RSSകാരൻ വിളിക്കുന്നത് അത് ആത്മബോധനിഷ്ഠമായ ഒരു മുദ്രാവാക്യമല്ല. അതവൻ്റെ നിഗ്രഹത്തിൻ്റെ മുദ്രാവാക്യമാണ്, നിഷ്ഠയുടെ മുദ്രാവാക്യമല്ല.
നിഗ്രഹത്തിന്റെ മുദ്രാവാക്യത്തിന് പകരം വിളിക്കേണ്ടതല്ല അല്ലാഹു അക്ബർ. അത് നമ്മൾ തിരിച്ചറിയണം. അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്ത്യയുടെ ദേശീയ പതാക തന്നെയാണ് അതിന് മറുപടിയായി ചാർത്തേണ്ടത്. അതാണ് എൻ്റെ നിലപാട്. എല്ലാ നിലപാടുകളോടും നിങ്ങൾ യോജിച്ചു കൊള്ളണമെന്നില്ല. പൗരത്വ ഭേദഗതി ബില്ലിന്റെ സമയത്ത് ഉവൈസി എന്ന് പറയുന്ന ഉത്തരേന്ത്യയിലെ ഒരു പ്രമുഖ മുസ്ലിം രാഷ്ട്രീയ നേതാവ്, എനിക്ക് അദ്ദേഹത്തെ പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. നിലപാടുകളോട് ചിലപ്പോൾ യോജിക്കേണ്ടി വന്നാലും ഭയങ്കര ഇഷ്ടമുള്ളൊരു നേതാവാണ്. പക്ഷേ അദ്ദേഹം പൗരത്വ ഭേദഗതി ബില്ല് ചീന്തി എറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ BJPയുടെ മെമ്പർമാര് ഹരേ ശ്രീരാം എന്ന് പറഞ്ഞ് ആർത്തു വിളിക്കുകയായിരുന്നു. അപ്പോൾ ഉവൈസി തിരിച്ചു വിളിച്ചത് ബോലോ തക്ബീർ എന്ന്, അല്ലാഹു അക്ബർ എന്ന് ഉജ്ജ്വലമായി വിളിച്ചു. കേരളത്തിലെ ആ കാലഘട്ടത്തിലെ ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ കണ്ടു. ആ വീഡിയോ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം നമുക്ക് ഭയങ്കര ആവേശമായി. ഞാൻ അന്നും പോസ്റ്റ് ഇട്ടിട്ടില്ല. എൻ്റെ നിലപാട് ഞാൻ പറയാണ്. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ ഹരേ ശ്രീരാം എന്ന് വിളിച്ച് RSSകാരൻ അലറി വിളിക്കുമ്പോൾ ഉവൈസി വിളിക്കേണ്ടത് അല്ലാഹു അക്ബർ എന്നായിരുന്നില്ല, ജയ് ഹിന്ദ് എന്ന് വിളിച്ചലറണമായിരുന്നു. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിനെ കിടിലം കൊള്ളിച്ചുകൊണ്ട് ജയ് ഹിന്ദ് എന്ന് വിളിക്കേണ്ടതായിരുന്നു. കപടദേശീയതയുടെയും അതിദേശീയതയുടെയും ഈ ആരവക്കൂട്ടങ്ങൾക്കെതിരെ യഥാർത്ഥ ദേശീയതയുടെയും മതേതരത്വത്തിന്റെയും ബോധമുള്ള ജയ് ഹിന്ദ് എന്ന് വിളിച്ചിരുന്നുവെങ്കിൽ BJPക്കാരൻ്റെയും സംഘപരിവാരൻ്റെയും കപടദേശീയതയുടെ മൂടുപടം വലിച്ചു കീറപ്പെടുമായിരുന്നു. പക്ഷേ ഉവൈസി വിളിച്ചത് അല്ലാഹു അക്ബർ എന്നാണ്. അപ്പൊ RSSകാരൻ്റെ പ്രകോപനപരമായ മുദ്രാവാക്യത്തിന് പകരം വിളിക്കാനുള്ളതാണ് അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിനേക്കാൾ വലിയ വിഡ്ഢിത്തം എന്താണ് ഹബീബിങ്ങളെ? നിങ്ങൾ അങ്ങനെ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇതിന് താഴെ ഇതുവരെ ഞാൻ ശ്രദ്ധിച്ചു ബാഡ് കമന്റ് വന്നിട്ടില്ല. വരാൻ സാധ്യതയുണ്ട്. കാരണം അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല ഞാൻ ഈ പറയുന്നത്. അതിവൈകാരികത കൊണ്ടല്ല അതിന് പ്രതികരിക്കേണ്ടത്. അവൻ അതിവൈകാരികതയും അതിദേശീയതയും RSSകാരൻ പറയുമ്പോൾ ഞാൻ ദേശീയവാദിയാണ് ജയ് ഹിന്ദ് എന്ന് വിളിക്കേണ്ടവനായിരുന്നു. കാരണം ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ കനൽ ഭിത്തികളെ കോരിത്തരിച്ചുകൊണ്ട് ജോർജ് അഞ്ചാമന്റെ കുഞ്ചിരോമങ്ങളെ പിടിച്ചു കുലുക്കിക്കൊണ്ട് തൊപ്പിയും താടിയും വെച്ച ഒരാൾ പ്രസംഗിച്ചത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മൈ ബിലോഡ് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചാടി എഴുന്നേറ്റു ജോർജ് അഞ്ചാമൻ. മുഹമ്മദ് നബിയുടെ പേര് കേട്ടപ്പോൾ. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? ഇസ്ലാമിന്റെ സിമ്പൽ വരുമ്പോൾ തന്നെ പ്രകോപനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോർജ് അഞ്ചാമൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, മിസ്റ്റർ മുഹമ്മദ് അലി, സ്റ്റോപ്പ് ദയർ ആൻഡ് ഡോണ്ട് ഇൻഡിക്കേറ്റ് ഹിയർ. നിർത്ത്, നിന്റെ മുഹമ്മദിന്റെ പേര് ഇവിടെ പറയരുത് എന്ന്. നമ്മളാണെങ്കിൽ എന്തുകൊണ്ട് അതിന് മറുപടി പറയാ? AP അബ്ദുള്ള കുട്ടിയെ പോലെയുള്ള ദേശീയ മുസ്ലിങ്ങൾ എന്തെന്നാണ് മറുപടി പറയാ? സോറി സാർ എന്ന് പറഞ്ഞിരിക്കില്ലേ? സിംഹഗർജനം പോലെ ആർത്തലക്കുന്ന ആംഗലേയ ഭാഷയുടെ സകല സംഹാരങ്ങളും എടുത്തണിഞ്ഞുകൊണ്ട് മൗലാന മുഹമ്മദ് അലി എന്ന ഹാഫിളായ പണ്ഡിതനായ ദേശീയവാദിയായ മുസ്ലിം അന്ന് പ്രസംഗിച്ചത്. നീ എന്താണ് പറഞ്ഞത് ജോർജ് അഞ്ചാമൻ? മിസ്റ്റർ ജോർജ്, അതുവരെ മൈ എക്സലൻസി എന്ന് പറഞ്ഞിട്ടാ, അല്ലെങ്കിൽ ഈസ് ഹൈനസ് എന്നൊക്കെ വിളിച്ചിട്ടാണ് സംസാരിച്ചിരുന്നത്. മിസ്റ്റർ ജോർജ്, ഇഫ് യു ആസ്ക് അബൌട്ട് മൈ ബിലോഡ് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ എന്റെ നബിയെ കുറിച്ചാണോ ഇപ്പൊ മോശം പദം പ്രയോഗിച്ചത്? നീ ആ വാക്ക് പറഞ്ഞത്? എങ്കിൽ ഐ സേ ഫസ്റ്റ്ലി ഐ എം എ മുസ്ലിം, സെക്കൻഡ്ലി ഐ എം എ മുസ്ലിം ആൻഡ് ഫൈനലി ഐ എം എ മുസ്ലിം. ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഞാനൊരു മുസ്ലിമാണ്, ഞാനത് പറയും എന്ന് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കനൽ ഭിത്തികളെ കോരിത്തരിപ്പിച്ചുകൊണ്ട് ഇന്ത്യ പ്രസവിച്ച ധീരദേശാഭിമാനിയായ മൗലാന മുഹമ്മദ് അലി ജൗഹർ പറഞ്ഞു, ഐ എം എ മുസ്ലിം. ഫസ്റ്റ്ലി മുസ്ലിം, സെക്കൻഡ്ലി മുസ്ലിം ആൻഡ് ഫൈനലി ഐ എം എ മുസ്ലിം. ഞാൻ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും മുസ്ലിം ആണോ? ഞാനത് പറയും. ആ സമയം അത് പറഞ്ഞ ഉടനെ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഇഫ് യു ആസ്ക് അബൌട്ട് മൈ ബിലൗഡ് നേഷൻ, നീ എന്റെ രാജ്യത്തെ കുറിച്ചാണ് പറയുന്നത് എങ്കിൽ, നീ എന്റെ രാജ്യത്തെ കുറിച്ചാണ് പറയുന്നത് എങ്കിൽ, ഫസ്റ്റ്ലി ഐ എം എ ഇന്ത്യൻ, സെക്കൻഡ്ലി ഐ എം എ ഇന്ത്യൻ ആൻഡ് ഫൈനലി ഐ എം എ ഇന്ത്യൻ. ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഞാനൊരു ഇന്ത്യക്കാരനാണ്. അരുൺ PK എന്ന് പറയുന്ന ഒരു സഹോദരന്റെ കമന്റ് കണ്ടു ഞാൻ. നിങ്ങളെ പോലെയുള്ള മുസ്ലിയാക്കന്മാരാണ് ഈ നാട് നശിപ്പിക്കുന്നത്. പൊന്നു സഹോദരാ,
ബാക്കി ഭാഗം കൂടി നീ കേൾക്കിൻ്റെ മുത്തേ. എന്തുട്ടാണ് ഞാൻ പറഞ്ഞത്? ആരണ്ടോ മൗലാന മുഹമ്മദ് അലി, നിന്റെയൊക്കെ വേണ്ടപ്പെട്ടവര്, ഞാൻ അങ്ങനെയൊന്നും സംസാരിക്കാത്ത ആളാണ്, പക്ഷെ നീ പകുതി കേട്ട് പ്രതികരിച്ചുകൊണ്ട് ഞാൻ പറയാം. മാപ്പെഴുതി കൊടുത്തപ്പോ ധീരദേശാഭിമാനിയായ മൗലാന മുഹമ്മദ് അലി പറഞ്ഞ വാക്കാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്, ഞാൻ മുസ്ലിമാണ്. എൻ്റെ വിശ്വാസത്തിന്റെ കാര്യം വരുമ്പോൾ, എൻ്റെ രാജ്യത്തിന്റെ കാര്യം വരുമ്പോൾ ഫസ്റ്റ്ലി ഐ എം എ ഇന്ത്യൻ എന്നാ പറഞ്ഞത്. മൗലാന മുഹമ്മദ് അലിയുടെ ചരിത്രം പഠിക്കു പോയിട്ട്. അരുൺ പി കെ സഹോദര, ഞാൻ അങ്ങനെ പ്രതികരിക്കുന്ന ഒരാളല്ല, നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല, എൻ്റെ ഒരു ശൈലി അങ്ങനെയല്ല. പക്ഷേ പകുതി കേട്ടിട്ട് പ്രതികരിക്കാൻ വരരുത്. നീ എവിടെയെങ്കിലും ഫേക്ക് അക്കൗണ്ടിൽ വന്നിട്ട് മുഖം കാണിക്കാതെ കമന്റ് ഇടുന്ന ഇടമല്ല ഇത്. എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അവസാനം വരെയുള്ള ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് ഒന്ന് നോക്കി നോക്ക്, അപ്പൊ മനസ്സിലാവും. ആരാണ്ടോ കുത്തിത്തിരിപ്പുണ്ടാക്കിയത്. പാലക്കാട് നഗരസഭയുടെ മുകളിൽ ഹരേ ശ്രീരാം വെക്കുന്നത് കുത്തിത്തിരിപ്പല്ലേ? നിന്റെ ആർക്കെങ്കിലും തറവാട്ടുകാർക്ക് സ്വാതന്ത്ര്യം കിട്ടിയതാണോ? ഒരു ഭരണഘടനാ സ്ഥാപനം. നീ ദേശീയ പതാക അവിടെ പിടിക്ക്. വ്യക്തിപരമായി പ്രാക്ടീസ് ചെയ്യാൻ, വിശ്വസിക്കാൻ, ഹരേ ശ്രീരാം എന്ന് വിളിക്കാനൊക്കെ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് അള്ളാഹുക്കുർ വിളിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അതൊരു ഭരണഘടനാ സ്ഥാപന. നിങ്ങളുടെ ആരും തറവാട്ടിൽ നിന്ന് ഉണ്ടാക്കിയ സ്ഥാപനമൊന്നും അല്ല അത്. അതിന്റെ മോൾ അത് പറയുന്നത് കുത്തിത്തിരിപ്പാണോ? ആദ്യമൊക്കെ നിന്നെ വെടിവെച്ച് കൊല്ലണ്ട. നിന്നെ പോലത്തെ ആളുകളാണ് ഈ രാജ്യം നശിപ്പിക്കുന്നത്. ഞങ്ങളെപ്പോലുള്ളവർക്ക് പാരമ്പര്യമുണ്ട്. ഈ രാജ്യത്ത് ഒറ്റുകൊടുത്ത ചരിത്രം ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്കില്ല. മൗലാന മുഹമ്മദ് അലി പറഞ്ഞതാണ്, ബ്രിട്ടീഷുകാരന്റെ മുന്നിൽ പോയിട്ട് മാപ്പെഴുതി കൊടുക്കുകയല്ല. ഞാൻ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഇന്ത്യക്കാരനാണ്. എന്നെ പോലെ താടിയും തൊപ്പിയുള്ള മൗലാന മുഹമ്മദ് അലി ഖുർആൻ ഹാഫിളാക്കിയ മനുഷ്യനാണ്. അരുണെ മനസ്സിലാക്ക്. മുംബൈയിലെ തുറമുഖത്ത് നിന്ന് കപ്പൽ കയറുമ്പോ ബീഗം മാബിദ എന്ന് പറയുന്ന ഉമ്മ പറഞ്ഞു കൊടുത്ത എന്താണെന്നറിയോ? ഈ ബീഗം മാബിദയെ കുറിച്ച് യങ് ഇന്ത്യയിൽ നീ പരിശോധിച്ചു നോക്ക്. അതിന് ഇംഗ്ലീഷ് വായിക്കാൻ അറിയണ്ടല്ലേ. യങ് ഇന്ത്യയില് ഗാന്ധിജി പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഞാൻ ഈ രാജ്യത്ത് ഒരു ഉമ്മയെ, ഒരു മാതൃത്വത്തെ റെസ്പെക്ട് ചെയ്യുന്നു. ആ ഉമ്മയുടെ പേര് ബീഗം ആബിദ എന്നാണ്. ഷൗക്കത്ത് അലിയെയും മൗലാന മുഹമ്മദ് അലിയെയും ഇന്ത്യക്ക് സമ്മാനിച്ച ആ ഉമ്മയെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ ഈ രാജ്യത്തിന്റെ സൃഷ്ടിപ്പിന് കാരണമായ ഗാന്ധിജിയാണ്. അത് നീ ആദ്യം മനസ്സിലാക്കുക. മൗലാന മുഹമ്മദ് അലിക്ക് താടിയും തൊപ്പി ഉണ്ടായിരുന്നു. നിന്റെ ഒന്നും അപ്പൂപ്പന്മാര് പോയിട്ട് അവിടെ സംസാരിക്കാൻ ആളുണ്ടായില്ല. വട്ടമേശ സമ്മേളനത്തിൽ ആര് പോകണമെന്ന് ചർച്ച വന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മീറ്റിംഗില്. ഇന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല ഞാൻ പറയുന്നത്. ദേശാഭിമാന പ്രചോദിതരായ ഒരു സംഘം, ഗോപാലകൃഷ്ണ ഗോഖലെ ഉണ്ടായിരുന്നു, പോയില്ല. വല്ലഭായ് പട്ടേൽ ഉണ്ടായിരുന്നു, പോയില്ല. ആരാ പോയത്? മൗലാന മുഹമ്മദ് അലി. അദ്ദേഹത്തിന് അർബുദ രോഗമായിരുന്നു, രോഗാതുരനായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഗ്രാമങ്ങൾ തോറും ഗാന്ധിജിയോടൊപ്പം ഓടി നടന്ന് ആരോഗ്യം മറന്ന് പ്രവർത്തിച്ച മൗലാന മുഹമ്മദ് അലിയാണ് പോയത്. അദ്ദേഹം പോയി പ്രസംഗിച്ചത് എന്താണെന്ന് അറിയോ? ഇനിയും നീ കമന്റ് ഇട്ടാൽ ഞാൻ കൂടുതൽ പറയും, അതുകൊണ്ട് നീ കമന്റ് ഇടണ്ട. തന്റെ ഊഴം വന്നപ്പോ പറഞ്ഞ എന്താണെന്നറിയോ? ഐ ആം ദ റെപ്രസെന്റേറ്റീവ് ഓഫ് 32 crores ഇന്ത്യൻ എന്നാണ് അരുണെ പറഞ്ഞത്. ഞാൻ 32 കോടി ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. 32 കോടി ജനങ്ങളുടെ പ്രതിനിധി, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പ്രതിനിധിയായിട്ട് എന്നല്ല പറഞ്ഞത്. 32 കോടി ജനങ്ങളുടെ പ്രതിനിധി. ആ ധീരദേശാഭിമാനിയായ ഇന്ത്യൻ മുസ്ലിം പറഞ്ഞത്, നീയും ഞാനും ഉൾക്കൊള്ളുന്ന ഒരു തലമുറയെ, ക്രിസ്ത്യാനികളും സിഖ് മതക്കാരും മതമില്ലാത്തവരും ഉള്ള ഒരു തലമുറയെ മൊത്തം ഇൻക്ലൂഡ് ചെയ്തിട്ട് പറഞ്ഞ വാക്ക് ഐ ആം ദ റെപ്രസെന്റേറ്റീവ് ഓഫ് 32 crores ഇന്ത്യൻ എന്നാണ്. 32 കോടി ജനങ്ങളുടെ പ്രതിനിധി. അതുകൊണ്ട് എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം തരണം. അദ്ദേഹത്തിന് സ്വാതന്ത്ര്യത്തിന്റെ ഇംഗ്ലീഷ് ഭാഷ, ആംഗലേയ ഭാഷ അനസ്യൂത പ്രവാഹം പോലെ ഒഴുകുകയാണ്. പക്ഷേ അദ്ദേഹം വൊമിറ്റ് ചെയ്തു, ബ്ലഡ് വൊമിറ്റ് ചെയ്തോടെ വീണു. 4 ദിവസം അവിടുത്തെ ഹോസ്പിറ്റലൈസ് ചെയ്ത് അദ്ദേഹം. അദ്ദേഹം എഴുതിയ ഒസ്യത്ത് കണ്ടാൽ കോരിത്തരിക്കും. അരുണെ സഹോദര, എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല, വ്യക്തിപരമായ ആരോട് എനിക്ക് ദേഷ്യമില്ല. പക്ഷെ ചാണകത്തിൽ വീണിട്ട് ഇവിടെ വന്ന് കമന്റ് ചെയ്ത്, ഇവിടെ അങ്ങനെ ആരും വന്ന് കമന്റ് ചെയ്യാറില്ല. എത്രയോ നല്ല സുഹൃത്തുക്കൾ, ഹിന്ദു സഹോദരങ്ങൾ എൻ്റെ യാത്രാ സംഘത്തിലുണ്ട്. ഹരികൃഷ്ണൻ നമ്പൂതിരിയെ പോലെയുള്ള
ദിലീപിനെ പോലെയുള്ള, അനൂപിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഹബീബായ നബിയുടെ വർത്തമാനം കേട്ട് മക്കയിലേക്ക് പോകണമെന്ന് പോലെ പറഞ്ഞിട്ട് നീ ഇടയിൽ ഇങ്ങനെ വന്ന് കയറിയിട്ട് ഡയലോഗ് അടിച്ചാൽ അങ്ങനെ വിട്ടുതരാൻ മാത്രം ഒരു പാവമൊന്നുമല്ല ഞാൻ. ഓക്കെ, നീ എൻ്റെ പോസ്റ്റൊക്കെ ഒന്ന് വായിക്ക്. വർഗീയ ശക്തികളെ ആരും അംഗീകരിക്കില്ല മാഷെ. റൈറ്റ്, അങ്ങനെ നല്ല വാക്ക് പറയൂ. വർഗീയ ശക്തികളെ ഞാനും അംഗീകരിക്കില്ല, നീയും അംഗീകരിക്കരുത്. നീയല്ലേ ഇവിടെ വന്നിട്ട് ഇപ്പോൾ വർഗീയത പറഞ്ഞത്. അതുകൊണ്ടാണ് എനിക്ക് ഈ ചരിത്രം പറയേണ്ടത്. എൻ്റെ വിഷയം അതൊന്നും ആയിരുന്നില്ല. ആദ്യം ഒസ്യത്ത് ഇത് ഒന്നാമത്തെ അസ്യത്ത്. നീ പോകല്ലേ അരുണേ, ഒസ്യത്ത് എന്താ? ബഷീർ പൈസി ചുമ്മാ പറയല്ല. നീ ഫയൽ പരിശോധിക്കുക, ഇന്ത്യൻ ഹിസ്റ്ററി പരിശോധിച്ച് നോക്ക്. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയില്ലെങ്കിൽ, എൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയില്ലെങ്കിൽ എൻ്റെ രാജ്യത്തേക്ക് എൻ്റെ മയ്യത്ത് കൊണ്ടുപോകേണ്ടതില്ല. ഞാൻ മരണപ്പെട്ട എൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം തരികയാണെങ്കിൽ എന്തു വില കൊടുത്തും ഇന്ത്യ മഹാരാജ്യത്തിന്റെ പവിത്രമായ മണ്ണിൽ എൻ്റെ ജനാസ അടക്കം ചെയ്യണം. മൂന്നാമത് എഴുതിയ ഒസ്യത്ത് എന്താണെന്നറിയോ നിനക്ക്? എൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങി വരാനാ ഗാന്ധിജി എന്നെ പറഞ്ഞയച്ചിട്ടുള്ളത്. എൻ്റെ ഉമ്മ എന്നെ പ്രചോദിപ്പിച്ചിട്ടുള്ളത് ധീരദേശാഭിമാനിയാകാനാണ്. അങ്ങനെ സ്വാതന്ത്ര്യം വാങ്ങാതെ പരാജയപ്പെട്ട ജഡമായി ഇന്ത്യയിലേക്ക് ഞാൻ പോകുന്നില്ല. എൻ്റെ ജനാസ നിരവധി വരുന്ന പോരാട്ടങ്ങളുടെ ശോണിമപൂത്ത പടക്കളങ്ങളായ പ്രവാചകന്മാരുടെ പദപങ്കജം പതിഞ്ഞ മണ്ണായ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിന്റെ സമീപം എന്നെ മറവ് ചെയ്യണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അരുണേ, നീ പോയി നോക്ക്. അവിടെ മസ്ജിദുൽ അഖ്സയുടെ കിഴക്കേ ഭാഗത്തൊരു മീസാങ്കല്ലിൽ ഇപ്പോഴും എഴുതി വെച്ചിട്ടുണ്ട്, മുജാഹിദുൽ ഹിന്ദ്, ദ സോൾജിയർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പോരാളി എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. നിനക്കറിയോ മൗലാന മുഹമ്മദ് അലിയെ? നീ കേട്ടിട്ടുണ്ടോ മൗലാന മുഹമ്മദ് അലിയെ, ഷൗക്കത്ത് അലിയെ? അവരുടെ പിൻഗാമികളാ എന്ന് വെച്ചിട്ട് വാളെടുക്കണം കുന്തെടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഈ രാജ്യത്തിന് പ്രാക്തനമായ ഒരു സാംസ്കാരികമായ പൈതൃകമുണ്ട്. നിന്നെ പോലെയുള്ള സംഘപരിവാരുകാരൻ ഇന്ത്യയുടെ അവകാശികളല്ല. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തത്മനം സൃജാമിഹം വിനാശായ ചതുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞ ധർമാവതാരം പൂണ്ട നല്ല മനുഷ്യന്മാരുടെ നാട് അല്ലേ? വാൽമീകി മഹർഷി നിന്റെ രാമായണം ഉണ്ടായത് എങ്ങനെയാണ് സഹോദര? നീ പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് കർക്കിടക മാസത്തിൽ നിങ്ങൾ ഭക്തിയോടെ പാരായണം ചെയ്യുന്ന രാമായണം എങ്ങനെ ഉണ്ടായത്? താപാസോമ നദീതീരത്തുകൂടെ നടന്നുപോയിരുന്ന വാൽമീകി മഹർഷി വൃക്ഷശിഖരത്തിലിരുന്ന് ആത്മസല്ലാപം നടത്തിയിരുന്ന ക്രൗഞ്ചപക്ഷികളിൽ ഒന്നിന് അമ്പെയ്തു കൊന്ന വേട്ടാളനെ നോക്കി ശോകം ശ്ലോകമാക്കിയതാണ്. ശോകം ശ്ലോകമാക്കിയതാണ്. ശോകം ശ്ലോകമാക്കിയതാണ്. ദുഃഖം വേദമാക്കിയതാണ്. അങ്ങനെയാണ് മാനിഷാദ പ്രതിഷ്ഠാംഗത്വമഗമ, അരുത് കാട്ടാള എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് രാമായണം ഉണ്ടായത്. അതൊക്കെ ഒന്ന് ആദ്യം പഠിക്ക്. സംഘപരിവാറിന്റെ വേദപുസ്തകങ്ങൾ വായിച്ചിട്ട് ഈ രാജ്യത്തെ നന്മയിൽ വിശ്വസിക്കുന്ന, സ്നേഹത്തിൽ വിശ്വസിക്കുന്ന, രാജ്യത്തിന്റെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന നല്ല മനുഷ്യന്മാരെ ഭിന്നിപ്പിക്കാൻ വരരുത്. റൈറ്റ്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാലക്കാട് നഗരസഭയുടെ മുകളിൽ അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന്. ഞാൻ അങ്ങനെയൊന്നും പറയുന്ന ആളല്ല, എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. നിന്റെ എൻ്റെ ഒന്നല്ല ഈ രാജ്യം എന്ന് പറയുന്നത്. ഈ രാജ്യം എല്ലാവരെയും സ്വീകരിച്ച നാടാ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. ആശാൻ കുമാരൻ, നീ ദുരവസ്ഥ വായിച്ചിട്ടുണ്ടോ? ആശാൻ കുമാരൻ പറയുന്നുണ്ട്, കേരളത്തിങ്കൽ മുസൽമാന്മാർ പശ്ചിമ പരങ്ങളിൽ നിന്നുവൻ കടലിൻ ചിറും തിരകൾ മുറിച്ചോ ഹിമാലയ മെറിയ വന്നോവരേറെയില്ല. ഈ രാജ്യത്ത് നമ്മളെ സ്വീകരിച്ചതാ. നിന്നെ പോലെയുള്ളവരായിരുന്നുവെങ്കിൽ ആട്ടിപ്പായിക്കുമായിരുന്നു. അങ്ങനെയാണോ ഈ രാജ്യം രൂപപ്പെട്ടത്? അങ്ങനെയാണ് ഈ രാജ്യം ഉണ്ടായത്. ഈ രാജ്യത്തേക്ക് കച്ചവടത്തിന് വന്ന അറേബ്യൻ വിഭവങ്ങൾ എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും ആദാനപ്രദാനം, കച്ചവടത്തിന്റെ കൊള്ളക്കൊടുക്കൽ മാത്രമല്ല, സ്നേഹത്തിന്റെ ആദാനപ്രദാനം. നിന്റെ മുൻഗാമികൾ അന്ന് ഈ രാജ്യത്തെ വരേണ്യവർഗക്കാരന്റെ അടുക്കളക്ക് പിറകിൽ കുഴി കുത്തിയിട്ട് തേക്കിന്റെ ഇലയിൽ രാത്രി വെച്ച കാടിക്കഞ്ഞി വെള്ളം കുടിച്ച് ജീവിക്കുമ്പോഴാണ് തൗഹീദ് ഈ രാജ്യത്തിൽ കടന്നു വന്നത്. അങ്ങനെയാണ് രാജ്യത്തെ ഹിന്ദു സഹോദരങ്ങൾ ഇസ്ലാമിന്റെ സ്നേഹശ്വാത്വല ഭൂമിയിലേക്ക് പോയത്. മമ്പുറത്ത് തങ്ങൾ എഴുതിയ ഒരു ഗ്രന്ഥമുണ്ട്, നീ കേട്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. വേലായുധൻ പണിക്കശ്ശേരി എന്ന് പറയുന്ന നല്ല ഹിന്ദു, അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴെന്താ നിന്റെ കമന്റ് കാണാത്തത്?
നിനക്ക് മതിയായോ? നീ വാ, പോകല്ലേ. ഈ രാജ്യത്തെ മതമുള്ളവനും മതമില്ലാത്തവരുമായ ജനാധിപത്യ മതേതര വിശ്വാസികൾ നിന്നെ പോലെയുള്ളവർ ഒറ്റപ്പെടുത്തും. സകല രാഷ്ട്രീയവും പൊളിറ്റിക്സും മറന്നുകൊണ്ട് ഒറ്റപ്പെടുത്തും. കാരണം നിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ അസ്തിത്വം അവകാശപ്പെടാൻ കഴിയുന്ന ആളുകളല്ല. അപ്പൊ ഈ തേക്കിന്റെ ഇലയിൽ കഞ്ഞി കുടിച്ച ആളുകൾ സ്നേഹത്തിലേക്ക് കടന്നു വന്നത് ദാശാംകുമാരൻ പറഞ്ഞതാ, ബഷീർ ബൈസി പറഞ്ഞതല്ല. തൊട്ടുകൂടാത്തോവർ, തീണ്ടിക്കൂടാത്തോവർ, ദൃഷ്ടിയിൽ പെട്ടാൽ ദോഷമുള്ളോർ അല്ല, തൊടാൻ പാടില്ല. വരേണ്യവർഗത്തിലെ ആള് നടന്നു വരുമ്പോ അവന്റെ മുന്നിലൂടെ നടക്കാൻ പാടില്ല, വഴിമാറി സഞ്ചരിക്കണം. ഈ രാജ്യത്തിലെ പിന്നോക്ക അധസ്ഥിതി വിഭാഗത്തിലെ ആളുകൾ പിറകില് ചൂല് കെട്ടിത്തൂക്കണം. എന്തിന്? അവന്റെ കാൽപാദങ്ങൾ മായ്ച്ചു കളയാൻ വേണ്ടി. ഭൂമി ദേവി അവനോട് കോപിക്കുമത്രേ, അശുദ്ധമായി പോകുമത്രേ. ഇത്രമേൽ സങ്കീർണമായ വരേണ്യവർഗത്തിന്റെ ഒരു 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 അധീശത്താധികാരമുള്ള കാലത്ത് എന്തായിരുന്നു രാജ്യത്ത് ഉണ്ടായിരുന്നത്? അവിടെയാണ് ഇസ്ലാം കടന്നു വന്ന് സ്നേഹം പരത്തിയത്. ആ രാജ്യത്തോടുള്ള കൂറും സ്നേഹവും ഇന്നും മുസ്ലിങ്ങളും മറ്റു മതവിശ്വാസികളും പുലർത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. കേരളം സ്വച്ഛന്തമായി മുന്നോട്ട് പോകുന്ന ഒരു പ്രദേശമാണ്. ഇവിടെയാണ് നിങ്ങൾ ഭിന്നിപ്പിന്റെയും വിഭാഗീയതയുടെയും പുതിയ വിഷം ഇറക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ ആദർശത്തിലും സ്വത്വബോധത്തിലും അടിയുറച്ചു നിന്നുകൊണ്ട് നിങ്ങളെപ്പോലെയുള്ള മതവിരുദ്ധരായ, അല്ലെങ്കിൽ എന്താ പറയുക, രാജ്യവിരുദ്ധരായ, മതവിരുദ്ധം എന്ന് പറഞ്ഞ പോലെ രാജ്യവിരുദ്ധരായ പരിവാർ പരീക്ഷകൾക്കെതിരെ പ്രതികരിക്കാൻ ഞങ്ങൾ തയ്യാറാകും. അതിൻ്റെ പേരിൽ ജീവനാണ് നഷ്ടപ്പെടുന്നതെങ്കിൽ അഭിമാനത്തോടെ അത് നൽകാനും തയ്യാറാണ്. നിങ്ങൾ എന്താണ് കരുതിയത്? ഈ രാജ്യത്തിന്റെ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 25 പറഞ്ഞത് നീ എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടോ? എന്താണ് അതിൽ എഴുതിയിട്ടുള്ളത്? ഇവിടെ ആര് ഭക്ഷണം കഴിക്കണമെന്ന് നിങ്ങളാണോ തീരുമാനിക്കുക? നീ ആ കർഷകർക്കെതിരെ പോയി അവർക്ക് അനുകൂലമായി സംസാരിക്കാൻ നോക്ക്. ഞാനും നീയും ഭക്ഷണം കഴിക്കുന്ന ഈ രാജ്യത്തിന്റെ ഊട്ടുന്ന ആ പാവങ്ങൾ ഡിസംബറിലെ മഞ്ഞു പൊഴിയുന്ന രാത്രിയില് 10,000-കണക്കായ ആളുകൾ അവിടെ കിടക്കുകയാണ്. ആഢ്യവർഗക്കാരായ നിങ്ങൾക്ക് അവരുടെ വേദനകളെ കുറിച്ച് അറിയില്ല. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലെങ്കിലും അവർക്ക് അഭിനന്ദിക്കാനോ അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനോ സംഘപരിവാറുകാരൻ തയ്യാറായിട്ടുണ്ടോ? അധികാരത്തിന്റെ അപ്പകഷ്ടത്തിന്റെ പിന്താങ്ങുന്ന നിങ്ങൾ ഈ രാജ്യത്തിന്റെ അടിസ്ഥാന വർഗത്തിന്റെ ആളുകളല്ല, നിങ്ങൾ വരേണ്യവർഗത്തിന്റെ ആളുകളാണ്. ഈ രാജ്യത്ത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇനി കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ഇല്ലാതായാല് അപ്പൊ നിങ്ങൾ ഒന്നാകുമെന്ന് നിങ്ങൾ കരുതിപ്പോയോ? ഇല്ല ഹിന്ദു സഹോദരങ്ങളെ, പഴയ പ്രമാണിത്വം തിരിച്ചു വരും, പഴയ ആഢ്യജന്മിത്വം തിരിച്ചു വരും. വരേണ്യവർഗം നിങ്ങളെ അടിമകളാക്കുന്ന ഒരു കാലം തിരിച്ചു വരാൻ പോവുകയാണ്. അവർക്ക് ശത്രുക്കളാണെന്ന് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മറ്റു മതവിശ്വാസികളും അതിനെതിരെ പടവരുന്നവരൊക്കെ. അപ്പോൾ ഞാൻ ഇത്രയും പറയേണ്ടി വന്നത് അരുണിൻ്റെ ഒരു കമൻറ്റ് കണ്ടിട്ടാണ്. ഒന്നും അറിയാതെ വന്നിട്ട് ഒരു ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് അങ്ങോട്ട് കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ നിലപാട് എന്താണ്, ഞാൻ ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ നിലപാട് എന്താണ്, അതൊക്കെ മാറ്റി വെക്കട്ടെ. കേരളത്തിലെ മുസ്ലിം സൊസൈറ്റിയുടെ നിലപാട് എന്താണ്, ഇതൊക്കെ തിരിച്ചറിയണ്ടേ. ഞാൻ അനുവദിച്ചു തരില്ല. എൻ്റെ ഫേസ്ബുക്കിൽ താഴെ അങ്ങനെ കമൻറ്റ് ചെയ്യാൻ ഞാൻ അനുവദിച്ചു തരില്ല. ആരോഗ്യകരമായ വിമർശനങ്ങൾ എപ്പോഴും സ്വാഗതമാണ്. ഇവിടെ സംഘികൾക്ക് നിരങ്ങാനുള്ളതല്ല. അത് പറയുന്നതിൻ്റെ പേരിൽ എനിക്ക് അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെ ഭയവുമില്ല. ഓക്കെ, എത്രയോ നല്ല സ്നേഹമുള്ള ഹിന്ദു സഹോദരങ്ങൾ ഈ യാത്രയിലെ 113 ദിവസങ്ങളിലും അതിൽ കുറച്ച് ദിവസം വിട്ടുപോയിണ്ടാവും, കൂടെ ഉണ്ടായിട്ടുണ്ട്. നീ ഹിന്ദു അല്ല, നീ സംഘപരിവാറുകാരനാണ്. നിന്നോട് സംസാരിക്കാൻ തന്നെ എനിക്ക് താല്പര്യമില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ മുസ്ലിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം ഞാൻ നിന്നെ എന്തിനാണ് ബ്ലോക്ക് ചെയ്യാത്തതെന്നറിയാം. നീ വീണ്ടും വീണ്ടും കമൻറ്റ് എന്താ ബ്ലോക്ക് ചെയ്യാത്തതെന്നറിയാം. നിന്റെ ഒരു നിലവാരം പിന്നീട് എപ്പോഴും കാണുന്നവർ മനസ്സിലാക്കട്ടെ. നീ കമൻ്റ് ഒന്നും ഡിലീറ്റ് ചെയ്യാതെ പോകണം കേട്ടോ, ഒന്നും ഡിലീറ്റ് ചെയ്യരുത്.
അപ്പോൾ അതാണ് നമ്മുടെ വിഷയത്തിൻ്റെ സമയമൊക്കെ പോയി. അതുകൊണ്ട് സ്വത്വബോധമുള്ള മുസ്ലിം ആകാൻ വേണ്ടി നമ്മൾ തയ്യാറാകുക. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും മുസ്ലിം സൊസൈറ്റിയിൽ, സംഘടനാപരമായ വ്യത്യാസങ്ങളുണ്ട്, അതൊക്കെ ഒരു റിയാലിറ്റിയാണ്. പൊളിറ്റിക്കലി താങ്ക് യു ഉസ്താദെ, ഞാൻ ഒറിജിനൽ ഐഡിയ ആണ്. അരുൺ PK താങ്ക് യു. നീ ഇപ്പോൾ ഉസ്താദെ എന്നൊക്കെ വിളിച്ച സന്തോഷം. നേരത്തെ നിന്റെ ശൈലി ഇങ്ങനെ ആയിരുന്നില്ലല്ലോ മുത്തേ. അപ്പോൾ ഒറിജിനൽ ഐഡിയ ആണെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ തരാം, നീ എനിക്ക് വിളിക്ക്. ഇസ്ലാമിനെ കുറിച്ചോ കേരളത്തിലെ മുസ്ലിങ്ങളെ കുറിച്ചോ അവരുടെ നിലപാടിനെ കുറിച്ചോ നിനക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ വളരെ കൃത്യമായി നമ്മളത് തിരുത്തിത്തരാൻ തയ്യാറാണ്. പക്ഷെ ഞങ്ങളുടെ തെറ്റായല്ല ശരിയായ ചില ധാരണകളെ തിരുത്തിത്തരാൻ നീയും തയ്യാറാകണം. നീ ഒന്ന് കമൻറ്റ് ചെയ്യും. പാലക്കാട് നഗരസഭയുടെ മുകളിൽ ഹരേ ശ്രീരാം ഇട്ടതിനെ കുറിച്ച് നിന്റെ കമൻറ്റ് എന്താ? നീ ധൈര്യം ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒന്ന് കമൻറ്റ് ചെയ്യും. നിന്റെ നിലപാടെന്താ? അപ്പോൾ നീ പറയാൻ പോകും ഒരുപക്ഷെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഈ ചിത്രങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അവിടെ ടിപ്പു സുൽത്താൻ്റെ ചിത്രമുണ്ട് മുത്തേ. അങ്ങനെയാണെങ്കിൽ ടിപ്പു സുൽത്താൻ്റെ ഇടാൻ പറ്റുമോ? ഓരോന്നിനും ഓരോ സ്ഥലകാല ബോധമൊക്കെ ഉണ്ടാകണ്ടേ? അതുകൊണ്ട് ഇവിടെ കുറച്ച് മുസ്ലിങ്ങളും ഹിന്ദുക്കളും മറ്റു മതവിശ്വാസികളും മതമില്ലാത്തവരൊക്കെ സ്നേഹത്തിൽ ജീവിക്കുന്നുണ്ട്. അതൊന്നും തകർക്കാൻ വേണ്ടി നിങ്ങൾ വരരുത്. അത് ഈ രാജ്യത്തിൻ്റെ സംസ്കാരമല്ല. ശ്രീശങ്കരൻ്റെ സ്നേഹശീലുകൾക്ക് ശ്രുതി വീട്ടിയ മണ്ണാണ് ഭാരതം. ഹളറത്ത് നിലാമുദ്ദീൻ ഔലിയയുടെ മന്ത്രമധുരമായ മൊഴികൾക്ക് നെഞ്ചു ചേർത്ത് കൊടുത്ത നാടാണ് ഭാരതം. ശരിയാണ്, നിങ്ങളാണ് ഇന്ദ്രപ്രസ്ഥത്തിൽ അധികാരത്തിലിരിക്കുന്നത്. എല്ലാ ഫറോമാരും ഹാമാനുമാരും ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ നാമാവശേഷമായിട്ടുണ്ട്. കാലത്തിനൊരു കാവ്യനീതിയുണ്ട്, അത് സംഭവിക്കുക തന്നെ ചെയ്യണം. പക്ഷെ മുസ്ലിങ്ങൾ ഈ ഭയം ഇങ്ങനെ പെരുപ്പിക്കേണ്ട ആളുകളല്ല. അതാ സംഭവിക്കാൻ പോകുന്നു, നമ്മളൊക്കെ അപകടത്തിലാണ്, അങ്ങനെയൊന്നും നമ്മളങ്ങനെ ബേജാറാകേണ്ട ഒരു ടീമല്ല. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്തരം ഒരു ഉത്തരവാദിത്ത ബോധമില്ലാതെ പോസ്റ്റ് ചെയ്യുന്നവരുടെ അതെടുത്തൊന്നും പൊക്കി പിടിച്ച് മറുപടി കൊടുക്കാൻ നമ്മൾ പോകരുത്. നമ്മൾ മറ്റുള്ളവരുടെ അജണ്ടകളിൽ വീണു പോകരുത്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇപ്പോൾ കേൾക്കുന്ന 952 ആളുകളോടല്ല, പിന്നീട് എപ്പോഴും കേൾക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ലീഡർഷിപ്പിനോടുകൂടി പറയാൻ, എല്ലാത്തിനും ചാടിക്കേറി മറുപടി പറയാൻ നിൽക്കരുത്. നമ്മൾ അജണ്ടകൾ ഉണ്ടാക്കണം, ഗോൾ സെറ്റ് ചെയ്യണം, എന്നിട്ട് മറ്റുള്ളവർക്ക് എറിഞ്ഞു കൊടുക്കണം. യുക്തിവാദികൾ ഒരു അജണ്ട ഇടുമ്പോൾ അതിൻ്റെ പിറകിൽ ഓടേണ്ടവരല്ല. സംഘപരിവാറുകാരൻ ഒരു അജണ്ട ഇടുമ്പോൾ അതിൻ്റെ പിറകിൽ ഓടേണ്ടവരല്ല. പാലക്കാട് നഗരസഭയുടെ മേലിൽ അവര് വിഡ്ഢിത്തം കാണിച്ചെങ്കിൽ അതേ വിഡ്ഢിത്തം മലപ്പുറത്ത് ആവർത്തിക്കണമെന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ്. അതാ ഞാൻ പറഞ്ഞത്. അതിന് പകരം വിളിക്കേണ്ടതല്ല അല്ലാഹു അക്ബർ എന്ന മുദ്രാവാക്യം. മൗലാന മുഹമ്മദ് അലി പറഞ്ഞത് എന്താ? ഫസ്റ്റ്ലി ഐ എം എ മുസ്ലിം, സെക്കൻഡ്ലി ഐ എം എ മുസ്ലിം, ആൻഡ് ഫൈനലി ഐ എം എ മുസ്ലിം. ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഞാൻ മുസ്ലിമാണ്. നോട്ട് ദ പോയിന്റ്. അവിടെ സ്വത്വബോധം മൗലാന മുഹമ്മദ് അലി മറച്ചു വെച്ചില്ല. ആർക്കെങ്കിലും വേണ്ടി തന്റെ ഇസ്ലാമിയത്തിനെ മറച്ചു വെച്ചിട്ടില്ല മൗലാന മുഹമ്മദ് അലി. ആർക്കെങ്കിലും വേണ്ടി തൊപ്പിയൂരുകയും താടി വടിക്കുകയും ചെയ്തിട്ടില്ല. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് രാജാധിപത്യത്തിന്റെ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പോയിട്ടാണ് പോയി പറയുന്നത് ഏകപ്രതിനിധിയായിട്ട്, ഐ ആം ദ റെപ്രസെന്റേറ്റീവ് ഓഫ് 32 crores ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ടാണ് മൈ ബിലോഡ് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ് സെഡ്. എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ജോർജ് അഞ്ചാമൻ പറയുന്നത്, മിസ്റ്റർ മുഹമ്മദ് അലി, സ്റ്റോപ്പ് ദയർ ആൻഡ് ഡോണ്ട് ഇൻഡിക്കേറ്റ് ഹിയർ. നിർത്ത്, നിന്റെ നബിയോടെ പറയണ്ട. നമ്മളാണെങ്കിൽ നിർത്തിക്കളയില്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയും, എനിക്ക് എന്റെ നബിയെ കുറിച്ച് പറയണം. പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ എന്റെ രാജ്യത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഫസ്റ്റ്ലി ഐ എം എ ഇന്ത്യൻ, സെക്കൻഡ്ലി ഐ എം എ ഇന്ത്യൻ, ആൻഡ് ഫൈനലി ഐ എം എ ഇന്ത്യൻ. ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഞാനൊരു ഇന്ത്യക്കാരൻ. ഇതൊരു നിലപാടാണ് സഹോദരങ്ങളെ. ഇസ്ലാമിന്റെ സ്വത്വബോധം ഉൾക്കൊണ്ട് ജീവിക്കുമ്പോൾ തന്നെ ധീരദേശാഭിമാനിയായ ഒരു ഇന്ത്യൻ മുസ്ലിം ആകാൻ നമുക്ക് കഴിയണം. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. രാജ്യത്തിന്റെ ഭരണഘടന നിലനിൽക്കുന്ന കാലത്തോളം അഭിമാനിയായ ഒരു മുസ്ലിമായി, കാരണം നമുക്കല്ലേ അത് അവകാശപ്പെടാൻ കഴിയുള്ളൂ. സംഘപരിവാറുകാരൻ അത് അവകാശപ്പെടാൻ കഴിയില്ല. സൈഫുൽ ബത്താർ എന്ന ഗ്രന്ഥമെഴുതി മലബാറിലെ മാപ്പിള മക്കളുടെ മാനസങ്ങളിലേക്ക് വൈദേശികാധിപത്യത്തിനെതിരെയുള്ള ജിഹാദിന്റെ വരികൾ എഴുതിയ സൈഫുൽ ബത്താർ എഴുതിയ കുത്തുബുസ്സമാൻ മമ്പുദം സയ്യിദ് അലവി തങ്ങളാണ്.
രോമാഞ്ചജനകമാണ് അതിലെ വരികൾ. തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം എഴുതിയത് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമാണ്. ഞാനിരുന്ന് സംസാരിക്കുന്ന ചാവക്കാട്ട തുക്കിടി കച്ചേരിയിൽ ഇന്ത്യയിൽ ആദ്യമായി നികുതി നിഷേധ പ്രസ്ഥാനത്തിന് ഗാന്ധിജി ആരംഭിക്കുന്നതിന് മുമ്പ് നികുതി തരില്ലെന്ന് ഉജ്ജ്വലമായി പ്രഖ്യാപിച്ച ഒരു മുസ്ലിം മതപണ്ഡിതനുണ്ടായിരുന്നു, മൗലാന ഉമർ ഖാലി. പ്രണയത്തിന്റെ രാക്കുയിൽ ഇവിടുന്ന് 1 കിലോമീറ്ററിനപ്പുറം സംഭവിച്ച കാര്യം ഞാൻ പറയുന്നത്. നികുതി തരില്ല, ഇതെന്റെ രാജ്യമാണ്. ട്രാൻസ്ലേറ്റ് ചെയ്തു കൊടുത്തു ബ്രിട്ടീഷ് ജഡ്ജിക്ക്, തുക്കിടി കച്ചേരിയിലെ ജഡ്ജിക്ക്. അദ്ദേഹം പറഞ്ഞു അറസ്റ്റ് ചെയ്യും. അപ്പൊ അദ്ദേഹം തിരിച്ചു വെച്ചു, മത തക്കൂലിയ ബത്താൽ, എന്താണ് ബഫൂൺ നീ പറയുന്നത്, വിഡ്ഢി നീ പറയുന്നത്? ഈ രാജ്യം ഞങ്ങളുടെ രാജ്യമാണ്, ഇവിടെ ആർക്ക് നികുതി കൊടുക്കണം ഞങ്ങൾ തീരുമാനിക്കും, നീ വിദേശിയാണ് എന്ന് പറഞ്ഞു. ഉമർ ഖാലിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ വന്നേരി ഗ്രാമപാതകളിൽ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് മുസ്ലിം മതപണ്ഡിതനെ വെറുതെ വിടണമെന്ന് പറഞ്ഞത് മുസ്ലിങ്ങൾ മാത്രമായിരുന്നില്ല. ഹിന്ദുക്കളായ ഒരു ജനസഞ്ചയം മുഴുവൻ ഉമർ ഖാലിയെ കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് മുദ്രാവാക്യം വിളിച്ച നാടാണ് ഇന്ത്യ മഹാരാജ്യം. അറിയോ നിങ്ങൾക്ക്? മങ്ങാട്ടച്ഛനും കുഞ്ഞായി മുസ്ലിയാരും ഒന്നിച്ച് നടന്നുപോയതും ഇവിടെ തന്നെയാണ്. ഒരു കഥ പറയാം, കുറച്ച് വൈകാരികമായി പറഞ്ഞിട്ട് ഒരു കഥ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾ എപ്പോഴും കേട്ടതാണ് മങ്ങാട്ടച്ഛൻ്റെയും കുഞ്ഞായി മുസ്ലിയാരുടെയും കഥ. നമ്മൾ പൊന്നാനിയിൽ സംസാരിച്ച് കേൾക്കാത്തവർക്ക് വേണ്ടി പറയാം. മങ്ങാട്ടച്ഛൻ നമ്മൾ കേട്ടതുപോലെ ഒരു കൊമേഡിയൻ അല്ല കേട്ടോ. കുഞ്ഞായി മുസ്ലിയാരും മങ്ങാട്ടച്ഛനും ഒരു രസിക പ്രമാണിമാരാണ് എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ടെങ്കിലും അവരങ്ങനെ ഏതെങ്കിലും സിനിമാ കൊമേഡിയന്മാരെ പോലെയുള്ള കൊമേഡിയന്മാരല്ല. ഖാദിരിയ ത്വരീഖയുടെ സുലൂക്കിന്റെ വഴിയിൽ സഞ്ചാരം ചെയ്ത ആത്മനായകനാണ് കുഞ്ഞായി മുസ്ലിയാർ. മങ്ങാട്ടച്ഛനോ സദ്യമയങ്ങിയാൽ അച്യുതൻ, കേശവൻ, ജാനകി നായകൻ, ഗോപികാബല്ലവൻ, രാമചന്ദ്രൻ ഭജേ, 1-ാം തൃപ്പടി ശരണം പൊന്നയ്യപ്പ, സ്വാമിയല്ലാതൊരു ശരണമില്ലയ്യപ്പ എന്ന് പാടിയ ആളാണ് ആര്? മങ്ങാട്ടച്ഛൻ. അപ്പൊ രണ്ടുപേർക്കും നല്ല മതവിശ്വാസം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. മതമുണ്ടായത് കൊണ്ടല്ല വർഗീയത ഉണ്ടായത്. രണ്ടുപേരും നടന്നു പോവുകയാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ എന്നാ പിന്നെ അരുണ് വളരെ നിസ്സഹായതയോടെ ഒരു കമന്റ് ചെയ്തിട്ടുണ്ട്, ഉസ്താദേ ഞാൻ പറഞ്ഞ പോലുള്ള നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. എന്നാ സഹോ ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യാം, നിങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് ഒന്ന് കമന്റ് ചെയ്യൂ. നിങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് അതൊന്ന് കമന്റ് ചെയ്യൂ. നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. എന്താണ് നിങ്ങൾ പറയാൻ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ല, നിങ്ങൾ 2 തവണ കമന്റ് ചെയ്തു. ഞാൻ ഉൾക്കൊള്ളാം. നിങ്ങൾ എന്താണ് കമന്റ് ചെയ്തത്? നിങ്ങൾ ആരെയാണ് വർഗീയവാദി എന്ന് വിളിച്ചത്? ഞാൻ പാലക്കാട് നഗരസഭയുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം പറഞ്ഞപ്പോഴാണല്ലോ നിങ്ങളെ കമന്റ് ഇട്ടത്. അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം. അധിക സമയം നിൽക്കില്ല. 902 ആൾ ഇപ്പോഴും ലൈനിലുണ്ട്. ആരോണ് പറയാനുള്ളത് പറയട്ടെ, ഞാൻ എന്നിട്ട് മറുപടി പറയാം. ഞാൻ രാജ്യത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യയുടെ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നിങ്ങളുടെ തന്നെ വേദഗ്രന്ഥങ്ങൾ 2-3 ഉദ്ധരിച്ചു. ഈ രാജ്യത്തിൻ്റെ ചരിത്രപരമായ പ്രാക്തനമായ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ നിങ്ങളുടെ ശൈലി ഒന്ന് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് കമൻറ്റ് ചെയ്യും. ഞാൻ വെയിറ്റ് ചെയ്യുന്നു. എൻ്റെ കൂടെ 921 ആളും വെയിറ്റ് ചെയ്യുന്നുണ്ട്. പറഞ്ഞോളൂ. നമുക്കങ്ങനെ അന്ധമായി വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, ഞാൻ ഒരു ഹിന്ദു എന്നൊരു മതത്തെക്കുറിച്ചും ഇസ്ലാം മതത്തോടും ക്രൈസ്തവ മതത്തോടും അല്ല വാദിക്കുന്നത്. ബട്ട് വർഗീയമായി ചിന്തിക്കുന്നത് സംസാരിക്കുന്നത് നിങ്ങളെപ്പോലെയുള്ള മതപണ്ഡിതന്മാർ വന്ന് പ്രസംഗിക്കുമ്പോഴാണ്. നോട്ട് ദ പോയിന്റ്. ഇതിനാണ് ഞാൻ സുഹൃത്തെ മറുപടി പറഞ്ഞത്. നിങ്ങളെപ്പോലെയുള്ള മതപണ്ഡിതന്മാർ പ്രസംഗിക്കുമ്പോഴാണ് വർഗീയത. ഈ ലൈവില് ഇപ്പൊ എത്ര സമയമായെന്ന് എനിക്ക് നോക്കാൻ പറ്റില്ല. ഞാൻ നിന്നെ വെല്ലുവിളിക്കുകയാണ്. ഞാൻ അങ്ങനത്തെ ശൈലിക്കാരനൊന്നല്ല, വെല്ലുവിളിക്കുകയാണ്. ഇത്രയും സംസാരിച്ച് ഈ സംസാരം എന്നല്ല, യൂട്യൂബിൽ നീ ബഷീർ വൈസി ദേശമംഗലം അടിച്ചു നോക്ക്. വർഗീയതയുടെ ഒരു പരാമർശം ഉണ്ടെന്ന് തെളിയിക്കും. എന്നാൽ ഞാൻ നാളെ ഇതേ സമയത്ത് വന്ന് ലൈവിൽ നിന്നോട് മാപ്പ് പറയാം. ഉസ്താദിനെ ഞാൻ ബഹുമാനിക്കുന്നു. ഓക്കെ, അരുൺകുമാർ. അപ്പൊ എന്നെ കുറിച്ചല്ല പറഞ്ഞത്. പിന്നെ എന്നെ പോലെയുള്ള മതപണ്ഡിതന്മാർ, എന്നെ പോലെയുള്ള ഏത് മതപണ്ഡിതനാണ് പറഞ്ഞത്? എനിക്ക് എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം മാത്രം നോക്കിയാൽ പോരാ.
കേരളത്തിലെ ഏതു മതപണ്ഡിതനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വർഗീയത പറഞ്ഞിട്ടുള്ളത്? അതൊന്ന് പറയൂ. ബഷീർ ഫൈസിനെ ഞാൻ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് രക്ഷപ്പെട്ടാൽ പോരല്ലോ. അങ്ങനെ വേണമെങ്കിൽ എനിക്ക് രക്ഷപ്പെടായിരുന്നു, അതിൽ കാര്യമില്ല. ആരുണെ ഒരു മറുപടി കൂടി നീ പറ. നിങ്ങളെപ്പോലെയുള്ള മതപണ്ഡിതന്മാർ വർഗീയത പറയുന്നത് ഏത് മതപണ്ഡിതനാണ് വർഗീയത പറഞ്ഞത്? അതൊന്ന് പറയും. ഞാൻ വെയിറ്റ് ചെയ്യാം. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഈ സംസാരത്തിലുണ്ടായില്ല, ഒരു സംസാരത്തിലുണ്ടായില്ല. പിന്നെ ആരാണ് പറഞ്ഞത്? ആ ഒരു മറുപടി കൂടി ഞാൻ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. എന്തായാലും നിങ്ങളുടെ നിലപാട് മാറ്റത്തിൽ എനിക്ക് ഭയങ്കര ഐ ആം റെസ്പെക്റ്റ്. കാരണം തുടക്കത്തിൽ ഇതിൻ്റെ കമൻറ്റ് അങ്ങനെ ആയിരുന്നില്ല. എൻ്റെ പ്രസംഗം പകുതിയായപ്പോഴേ പാലക്കാട് പറഞ്ഞു തുടങ്ങിയപ്പോഴേ നീ വളരെ ബാഡായിട്ടാണ് കമൻറ്റ് ഇട്ടത്. സാധാരണ എൻ്റെ ലൈവിൽ അങ്ങനെ ഒരു മോശം കമൻറ്റ് ഒരു മതക്കാരും ഇടാറില്ല. കാരണം നമ്മൾ അങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ചു എന്താ പറയുക ഇമോഷണലായി സംസാരിച്ചത്. എന്നിട്ട് പോലും എൻ്റെ കൺട്രോൾ പോയിട്ടോ ഞാൻ നിങ്ങളെ വർഗീയവാദിയാക്കാനോ തയ്യാറായിട്ടില്ല. അതാരെയും ഭയന്നിട്ടൊന്നുമല്ല. നമ്മുടെ ഇസ്ലാമിൻ്റെ ഒരു നിലപാട് അങ്ങനെ തന്നെ ആയതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ നിന്നെ ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നു. നീ മറുപടി പറ. നിങ്ങളെ അല്ല പറഞ്ഞതെന്ന് പറഞ്ഞല്ലോ. ഏത് മതപണ്ഡിതനാണ് കേരളത്തിൽ വർഗീയത പറഞ്ഞിട്ടുള്ളത്? പറഞ്ഞോ, നമ്മളെ പറ്റി മറുപടി പറയാം. ഞാൻ വെയിറ്റ് ചെയ്യുന്നു. അരുണ് പോകരുത്. അരുണ് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ ഞാൻ ഫോൺ നമ്പർ തരാം, നീ രാവിലെ എനിക്ക് വിളിക്ക്. ഇതാ വീണ്ടും നീ വൃത്തികെട്ട കമന്റിലെ വന്നു. RSS എന്ന പ്രസ്ഥാനവും നിങ്ങൾ ഒരേ ലെവലിലാണല്ലോ ഉസ്താദെ. നിനക്കെന്തോ വട്ടാണോ? അപ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞു നിങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല, നിങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു. ഇപ്പൊ പറയുന്നു RSS എന്ന പ്രസ്ഥാനവും നിങ്ങൾ ഒരേ ലെവലാണ്. നീ ആദ്യം RSSന് വേണ്ടി സംസാരിച്ചു, ഇപ്പൊ RSS എന്ന പ്രസ്ഥാനം ആക്കിയോ? ഇപ്പൊ ഇത് ഇടയ്ക്ക് CPM-ലേക്ക് ചാടാൻ പോവാണോ? അത് എൻ്റെ ലൈവിൽ ഒരുപാട് CPM കാണാറുണ്ട്. അവർ നിനക്ക് മറുപടി തന്നോളൂ. ഇപ്പൊ നീ RSS പ്രസ്ഥാനവും നിങ്ങൾ ഒരേ ലെവലിലാണല്ലോ ഉസ്താദെ. അപ്പം നിന്നെ ബ്ലോക്ക് ചെയ്യേണ്ട ഏതാണ്ട് സമയമായിട്ടുണ്ട്. ഞാൻ ഇവിടെ എൻ്റെ വിഷയം സംസാരിക്കാൻ എൻ്റെ സമയം പോയി. അതുകൊണ്ട് ഇന്ന് നിനക്ക് കൈ കൊടുക്കേണ്ടി വന്നു. നിനക്ക് സുഖമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം RSS ഞാനങ്ങനെ ബ്ലോക്ക് ചെയ്യാറില്ല. എനിക്ക് മറുപടി കൃത്യമായിട്ട് കിട്ടിയിട്ടേ വിടാറുള്ളൂ. അല്ലെങ്കിൽ നീ പോകേണ്ടി വരും. RSS എന്ന പ്രസ്ഥാനവും നിങ്ങൾ ഒരേ ലെവലാണല്ലോ എന്ന് പറഞ്ഞാൽ ആരെയാണ് നീ ഉദ്ദേശിക്കുന്നത്? RSSകാരൻ്റെ സംസ്കാരമാണോ സഹോദര കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സംസ്കാരം അതാണോ? അല്ല, വിഷയം തുടരാൻ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ അവനത് പറയണേ. നമ്മളെ മൊത്തം മുസ്ലിങ്ങളെ അതിലൊരു മുത്തു മുസ്ലിം വന്നിട്ട് കമന്റ് ചെയ്ത് വെക്കുകയാണ്. ഇതാണ് നമ്മുടെ വൃത്തികെട്ട ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ സംസ്കാരം. പണ്ഡിതന്മാരുടെ കോലം കത്തിച്ചവരാണല്ലോ ലീഗ് എന്ന്. ഇതുപോലെ വൃത്തികെട്ട ആൾക്കാരാണ് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ശാപം. നമ്മളിപ്പോൾ സംഘപരിവാരത്തിനെതിരെ സംസാരിക്കുമ്പോൾ അവൻ വന്നിട്ട് ഒരു ഫേക്ക് ഐഡിയ ആണ്, ഒരു ബോധമുള്ള ഒരു മനുഷ്യർ ചോദിക്കും. എൻ്റെ ഐഡിയയിൽ വന്നിട്ട് പൊളിറ്റിക്കൽ പറയാമെന്നാൽ ഞാൻ അപ്പോൾ ബ്ലോക്ക് ചെയ്യും. പണ്ഡിതന്മാരുടെ കോലം കത്തിച്ച് അത് നീ ലീഗുകാരോട് പോയി ചോദിക്കുക. ഇത് ലീഗിൻ്റെ വേദിയല്ല, ഞാൻ പറയുന്നത് മതമാണ്. ആ ചോദ്യം വരുന്നത് എവിടുന്നാന്ന് എനിക്കറിയാം. പക്ഷേ ആ സംഘടനയിൽ ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന ആളുകളുള്ളത് കൊണ്ട് ഞാനത് പറയണില്ല. ഈ രാജ്യത്ത് സംഘപരിവാറിനെതിരെ പൊളിറ്റിക്കലായി വ്യത്യസ്ത നിലപാടുള്ളവരും മതസംഘടനയിൽപ്പെട്ടവരൊക്കെ ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സമയത്ത് അവൻ്റെ കമൻ്റാണ് പണ്ഡിതന്മാരുടെ കോലം കത്തിച്ചല്ലോ ലീഗ് എന്ന്. എന്തൊരു വൃത്തികെട്ട നിലപാടാണത്. അതൊക്കെ ചോദിക്കേണ്ട സന്ദർഭം നിന്റെ ഐഡിയയിൽ നീ ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടനാ വേദിയിൽ ചോദിക്കുക. ഞാനിപ്പോൾ ഇവിടെ വന്നു പറഞ്ഞൊരു സംഘപരിവാറുകാരന് കൃത്യമായി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വന്നിട്ടാണോ നീ പൊളിറ്റിക്കലായ കാര്യങ്ങൾ പറയുന്നത്? അവിടെയാണോ നിന്റെ സംഘടന കുത്തിക്കയറ്റാൻ നോക്കുന്നത്? എന്തുകൊണ്ട് മുസ്ലിങ്ങളാണിത്? ഒന്നാമത് നിനക്ക് എന്നെ അറിയില്ല, അതാ പ്രശ്നം. നീ നിന്റെ സംഘടനയിൽ വലിയ വലിയ ആൾക്കാരോട് ചോദിച്ചു നോക്ക് നമ്മുടെ നിലപാടെന്താണ്. ഇതാണ് ഈ മനുഷ്യന്മാരൊന്നും നന്നാവില്ല ഹബീബിങ്ങൾ. ഏത് പോസ്റ്റിന് താഴെ എന്ത്, എൻ്റെ കാര്യമില്ല ഞാൻ പറഞ്ഞു. പൊതുവെ നമുക്ക് ഈ സോഷ്യൽ മീഡിയ ഒരു മൊറാലിറ്റി ആരാണ് ഇനി പഠിപ്പിച്ചു കൊടുക്കുക? മുസ്ലിം സംഘടനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുപ്പലക്കിയിട്ട് ഇങ്ങനെ കമൻ്റ് ഇടുക. ഇത് കാണുന്നത് സോഷ്യൽ മീഡിയയിൽ. പണ്ടൊക്കെ സ്റ്റേജിൽ പ്രസംഗിച്ച ഒരു 10-20 കേട്ടത് ഇത് എത്ര ആൾക്കാരാണ് ഇത് കാണുക?
ഒരു നിലപാടില്ലാത്ത ആൾക്കാരല്ലേ. പണ്ഡിതന്മാരെ കോലം കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാനതിന് അനുകൂലമൊന്നുമല്ല, തെറ്റാണ്, ആര് ചെയ്താലും തെറ്റാണ്. പക്ഷെ അത് ഇവിടെ അല്ല നീ പറയേണ്ടത്, ഇവിടെ ഇപ്പം അതല്ലല്ലോ വിഷയം. അങ്ങനെയാണ് ഈ സംഘടന പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കും നിനക്ക് എന്തൊക്കെ പറയാനുണ്ട്. ഈ സമൂഹം നന്നാവില്ല ഒരിക്കലും. ബദർ ഉഹുദൊക്കെ 17 രാവിലെ ഇങ്ങനെ പ്രസംഗിച്ചിട്ട് ബിരിയാണി കഴിക്കാന്നല്ലാതെ അത്യുല്ലാഹ അത്യു റസൂൽ വല തനാസഉ വതഫ്ശലു ഫതദ്ഹബരിക്കും, നിങ്ങളുടെ കാറ്റ് പോകും, നിങ്ങൾ പരസ്പരം ഭിന്നിക്കല്ലേ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലെങ്കിലും ഭിന്നിക്കാതിരുന്നൂടെ. ഞാൻ എൻ്റെ എല്ലാ ലെവലും പറയുന്ന ഒരു കാര്യം, സ്റ്റേജിൽ ഏതായാലും ഇപ്പോൾ നടക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ എത്രയോ സംഘികളും മതവിരുദ്ധരും കണ്ടുകൊണ്ടിരിക്കുന്ന പോസ്റ്റിനടിയിൽ കൃത്യമായ ഒരു നിലപാട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ വന്ന് പറയാണ് പണ്ഡിതന്മാരെ കോലം കത്തിച്ചത് ലീഗാണ്. അത് നീ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളോട് ഫോൺ വിളിച്ച് ചോദിച്ചു നോക്ക്. അങ്ങനെ അയാൾ കത്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കത്തിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ്, അതിനിപ്പോൾ ഞാൻ ശരിയാണെന്നൊന്നും പറയാൻ തയ്യാറില്ല. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ അതൊക്കെ ഇവിടെ പറയേണ്ടതല്ല മുത്തേ, അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. പൊതുവിഷയത്തിലെങ്കിലും ഒന്നിച്ച് നിൽക്കുന്ന ഉമ്മത്തീയത്ത് നമുക്ക് എന്നാണ് ഉണ്ടാവുക? പ്രത്യേകിച്ച് എൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ അങ്ങനെ ഇടില്ല. ഞാൻ അങ്ങനെ വ്യക്തി ആക്ഷേപം നടത്തുന്ന ഒരാളല്ല. ഞാൻ ഭയങ്കര വിഭാഗത്തുള്ള ആളൊന്നുമല്ല. പക്ഷേ വ്യക്തിപരമായ ഓരോ കുറ്റം പറയും. ആശയപരമായ ഞാൻ സമസ്ത കേരള ജമിയത്തുലമയുടെ ആളാണ്. എൻ്റെ മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കും. അതിലൊക്കെ എനിക്ക് വിശ്വസിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ സംഘടനയെ വിശ്വസിക്കാം. പക്ഷേ എൻ്റെ പോസ്റ്റിൽ അങ്ങനെ ചെയ്യരുത്. ഇനി ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഞാൻ ബ്ലോക്ക് ചെയ്ത് കളയും. ഞാൻ അരുൺ എന്ന് പറയുന്ന സംഘപരിവാറുകാരനെ ഇപ്പോൾ ബ്ലോക്ക് ചെയ്യാത്ത എന്താ വെച്ചാൽ അവനോട് മറുപടി പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്യരുത് കേട്ടോ. നമ്മളങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇതിൻ്റെ അടി കൂടുന്നിടരുത്. ഒക്കെ നമ്മൾ സംഘടനമായി പറഞ്ഞു തീർക്കുകയോ സ്റ്റേജിൽ അടി കൂടുകയൊക്കെ ചെയ്തോളൂ. ഇത് ഒരുപാട് ആൾക്കാർ കാണുന്നതല്ലേ. ഇവിടെ നിന്നല്ല എവിടെയും കൊണ്ടുപോയിട്ട് അങ്ങനെ ചാർത്തരുത്. നേരം വെളുത്താൽ നമ്മൾ രാത്രി ആകുന്നതിന് മുമ്പേ ഇപ്പോൾ കർഷക സമരമായിരിക്കും നടക്കുന്നുണ്ടാകുക, അതിനെക്കുറിച്ച് അവൻ പോസ്റ്റ് ഇട്ടുണ്ടാകുക. അതിൻ്റെ കമൻറ്റൊക്കെ നിരീക്ഷിച്ച് നോക്കി ഓരോരുത്തരുടെയും യുക്തിബോധത്തെയും വിവരമില്ലായ്മ എപ്പോഴും മനസ്സിലാവും. അവിടെ ഇട്ടുണ്ടാകുക കമൻ്റായിരിക്കും, നിങ്ങൾ അങ്ങനെയല്ലേ, അതങ്ങനല്ലേ, അവിടത്തങ്ങനല്ലേ. അവിടെ അടിയാണ്. പൊളിറ്റിക്കൽ പാർട്ടികളെ പോലെ മുസ്ലിം മതസംഘടനകൾ മാറിപ്പോകരുത്. പണ്ട് അങ്ങനെ പറഞ്ഞില്ലേ എന്നൊന്നും ചോദിച്ചിട്ട് അങ്ങനെ ഇങ്ങനെയൊന്നും ആക്കരുത്. അങ്ങനെ തന്നെ ആയിരുന്നെങ്കിൽ മാറാൻ ആർക്കും പാടില്ലേ. എനിക്ക് തോന്നുന്നു കുറച്ച് കാലമായിട്ടൊക്കെ ശാന്തമാണ് നമ്മുടെ കേരളീയ സംഘടന രംഗം. ഓരോരുത്തരും ഒന്നും അങ്ങനെ കലക്കല്ലേ. ലക്കും ദീനുക്കും വലിയ ദീനുള്ള RSSകാരനോട് ഓതാൻ മാത്രമുള്ള ആയത്തല്ല, നമ്മുടെ ആൾക്കാർ സ്വന്തം ഓതേണ്ട ആയത്താണ്. 10 മിനിറ്റ് അവന് മറുപടി പറഞ്ഞിട്ട് പോയി. അപ്പോൾ സഹോദരങ്ങളെ, എൻ്റെ സ്ഥിര പ്രേക്ഷകരായ ഹബീബുങ്ങളോട് ഞാൻ സോറി പറയുകയാണ്. നമ്മുടെ വിഷയം പറയാൻ വേണ്ടി ഞാൻ തുടങ്ങി വെച്ചായിരുന്നു 114-ാമത്തെ ദിവസം നമ്മുടെ മിസ്റിലൂടെ. പക്ഷെ ഒരു സംഘപരിവാറുകാരൻ വന്നപ്പോൾ ഞാൻ ഒരു ഇടവേള, ഇലക്ഷൻ്റെ ഇടവേള വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആനുകാലിക സംഭവ വികാസങ്ങൾ നമ്മളിതിൽ പറയുന്ന കൂട്ടത്തിൽ പാലക്കാട് നഗരസഭയിലുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് പരാമർശിച്ച് തുടങ്ങിയപ്പോഴാണ് അരുൺ വന്നിട്ട് വർഗീയ പരാമർശം നടത്തിയത്. അപ്പോൾ നമ്മൾ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ മുസ്ലിം സ്വത്വബോധമുള്ളവനാണെന്ന് പറഞ്ഞൊക്കെ കേൾക്കുന്നതല്ല, മറുപടി പറയണം, ആരോഗ്യകരമായി മറുപടി പറയണം. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ചരിത്രമൊക്കെ പറഞ്ഞത്. അരുൺ പിന്നെ പറഞ്ഞു, ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു, നിങ്ങളെയല്ലേ പറഞ്ഞത്. അപ്പം എൻ്റെ കാര്യം മാത്രം രക്ഷപ്പെട്ട പോലെ കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങളും രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു ശ്രമത്തിലായിരുന്നു ഞാൻ. അപ്പോഴാണ് മുത്തുമോമിനിയങ്ങളിൽപ്പെട്ട ഒരാൾ വന്നിട്ട് ലീഗേര് കോലം കത്തിച്ചില്ലേ. നമ്മുടെ ഒരു ആൾക്കാരൊരു അവസ്ഥയൊക്കെ. അവൻ ആ സംഘടനയെക്കുറിച്ച് പോലും അറിയില്ല. എത്രയോ നല്ല സുഹൃത്തുക്കൾ കാന്തപുരം AP അബൂബക്കർ ഉസ്താദിൻ്റെ ആളുകൾ നമ്മുടെ ഓഡിയൻസ് ആയിട്ടുണ്ട്. അവർക്കറിയാം നമ്മുടെ നിലപാട് എന്താണെന്ന്. അവർക്ക് അവരുടെ സംഘടനയുടെ സത്യം അവർ വിശ്വസിക്കുന്നു, ഞാൻ എൻ്റെ സംഘടന സത്യം വിശ്വസിക്കുന്നു. അതൊക്കെ ഓരോരുത്തരും വ്യക്തിപരമായ നിലപാടാണ്. പക്ഷെ നമ്മൾ ഹബീബിൻ്റെ ആൾക്കാരെന്നുള്ളൊരു ബോധമെങ്കിലും വിട്ടിട്ട് ഈ വിഴുപ്പലക്കൾ നമ്മൾ മാത്രമല്ല എല്ലാ ആൾക്കാരും നിർത്തണം. അങ്ങനെ പറയുന്ന ഒറ്റപ്പെട്ട ശബ്ദത്തിനെ എല്ലാവരും തള്ളിക്കളയുമെന്ന് എനിക്കറിയാം. അതിൻ്റെ വൈഷമ്യങ്ങൾ അനുഭവിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. പക്ഷേ ഒറ്റപ്പെടുത്തിയാലും ശരി, തള്ളിക്കളഞ്ഞാലും ശരി, വ്യക്തിപരമായ ഒരാളെ കുറ്റം പറയരുത് എന്ന അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. അതിന് എന്തൊക്കെ സംഭവിച്ചാലും. ഓക്കെ, താങ്ക് യു ഓൾ. എനിക്ക് നല്ല നഷ്ടബോധം തോന്നുന്നൊന്നുമില്ല. കാരണം അവന് തിരുത്താൻ ഒരാൾക്ക് കഴിഞ്ഞെങ്കിൽ നമ്മുടെ അരുണ് പോയോ? അരുണ് പോകാൻ പാടില്ല. അരുൺ പോയി.
അതെങ്ങനെ മറുപടി നമ്മുടെ ഭാഗത്തുനിന്ന് കൊടുത്താൽ പിന്നെ അവർ വരില്ല. നമ്മളങ്ങോട്ട് കയറി ഫാസിസ്റ്റ് ആക്കാൻ നിൽക്കരുതായിരിക്കും. കൃത്യമായി മറുപടി പറഞ്ഞാൽ മതി. ഓക്കെ, ഉത്തരം മുട്ടിയവർക്ക് ഇപ്പം ഞാൻ കേരളത്തിൽ ആരാണ് വർഗീയത പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ അവന് മറുപടി ഇല്ല. ഇനി അടുത്ത ഫേക്ക് ഐഡിയിൽ വരട്ടെ. ഇനി ലൈവ് കഴിഞ്ഞ് കമൻറ്റ് ചെയ്താൽ ചിലപ്പോൾ എനിക്ക് ഒരു കാണാൻ പറ്റില്ല, ആയിരക്കണക്കിന് കമൻറ്റ് ഉണ്ടാവും. അപ്പോൾ സഹോദരങ്ങളെ, വളരെ സന്ദേഹത്തിൻ്റെ ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഫാഷിസം, കൾച്ചറൽ സാംസ്കാരികമായ ഒരു അധീശത്വാധികാരം നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ ആണായാലും പെണ്ണായാലും തിരിച്ചറിയണം. നമ്മുടെ സംസ്കാരത്തിൽ നമ്മളറിയാതെ സംഗീതം ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമത്തൊന്ന്, മതനിഷേധാത്മകമായ ഒരു നിലപാടിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പബ്ലിക് മീഡിയയിൽ വന്ന് സംസാരിക്കേണ്ട കാര്യമല്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. കൂടുതൽ സംവേദനക്ഷമതയുള്ള ഒരു പ്രസ്ഥാനമാണ് ഇസ്ലാം. ഇതുപോലെയുള്ള പ്രതിസന്ധികളുടെ കനൽമഴകൾ, തീമലകൾ കടന്നുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. ഏതവസരത്തിലും അള്ളാഹു ഏകനാണെന്ന തൗഹീദിൻ്റെ ഉജ്ജ്വലമായ പ്രഖ്യാപനം, ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച് കഴിവിൻ്റെ പരമാവധിയൊക്കെ ഈ ഭാഗത്ത് ചെയ്യുക. ഞങ്ങളോട് തഹജ്ജുദ് ഉത്തരസ്കരിക്കൂ എന്നും പറയുന്ന ആളല്ല. സോറി ഉസ്താദേ നദിയ പറയുന്നത്. താങ്ക് യു, ജസാക്കല്ലാഹു ഖൈർ. ഞാൻ എൻ്റെ മുല്ലമുട്ട് എന്ന് പറയുന്ന സഹോദരന് മറുപടി ഞാൻ ദേഷ്യപ്പെട്ടൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അത് മനസ്സിലായി എന്നതുകൊണ്ട് സോറി പറഞ്ഞുകൊണ്ട് ഞാനും പറയാണ്. ഞാൻ പറഞ്ഞതിൽ വിഷമം ഉണ്ടായെങ്കിൽ ക്ഷമിക്കും കേട്ടോ. ഞാൻ വ്യക്തിപരമായി പറഞ്ഞതല്ല. കാരണം നമ്മളെങ്ങനെ വിഴുപ്പലക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ സംഘപരിവാര മുസ്ലിങ്ങൾ ഒന്നിച്ചെന്തോ ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസം ഇങ്ങനെ ഫേസ്ബുക്കിൽ കമൻറ്റ് ചെയ്യരുത്. പ്രത്യേകിച്ച് നിങ്ങൾ എവിടെ കമൻറ്റ് ചെയ്യാലും ബഷീർ ഫൈസി എന്ന് പറയുന്ന ഈ ഉള്ളവൻ്റെ കമൻറ്റിൽ ഒരു പോസ്റ്റിന് താഴെയും അങ്ങനെ കമൻറ്റ് ചെയ്യുന്നവരൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്ത് വിടാറുണ്ട്. കാരണം അതൊരു ആരോഗ്യപരമല്ല. നമുക്ക് അതിന് മറുപടി പറയാനും നമ്മൾ സമയം കളയാറില്ല. നിങ്ങൾ ഇഷ്ടമുള്ള സംഘടനയിൽ പ്രവർത്തിച്ചോളൂ. കുഞ്ഞായി മുസ്ലിയാരും മങ്ങാട്ടച്ഛനും പൂർത്തിയാക്കിയില്ല, സമയം പോയി. എന്തായാലും ഇത് പറയാം. അപ്പോൾ കുഞ്ഞായി മുസ്ലിയാരും മങ്ങാട്ടച്ഛനും ഇനി ഇത് തെറ്റിക്കാൻ വേണ്ടി ആരോട് വരരുത് കേട്ടോ. നിനക്ക് വേണ്ടി ഞാൻ 10 മിനിറ്റ് വെയിറ്റ് ചെയ്തു, നീ മറുപടി പറഞ്ഞില്ല. നീ മറുപടി പറഞ്ഞിട്ടില്ല. കേരളത്തിൽ ആരാണ് വർഗീയത പ്രസംഗിച്ചതെന്നുള്ളത് നീ മറുപടി പറഞ്ഞിട്ടില്ല. മങ്ങാട്ടൻ കുഞ്ഞായി മുസ്ലിയാർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കേട്ട കഥയാണെങ്കിൽ അതിനൊരു ട്വിസ്റ്റ് പറയുകയാണ് ഞാൻ. അപ്പം കുഞ്ഞായി മുസ്ലിയാർ ഈ മങ്ങാട്ടച്ഛൻ ഒരു തുളസിയുടെ മുന്നിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ, അവരങ്ങനെയാണല്ലോ സന്ധ്യാസമയത്ത് പ്രാർത്ഥിക്കും അല്ലേ. അപ്പം കുഞ്ഞായി മുസ്ലിയാർ ആ തുളസി എടുത്തിട്ട് ശരീരത്തിൽ ഇങ്ങനെ തേച്ചു. അപ്പോൾ മങ്ങാട്ടച്ഛൻ ഒന്നും പറഞ്ഞില്ല, ചിരിച്ചേ ഉള്ളൂ. ഇന്നാണെങ്കിൽ ഇവിടെ ഒരു കമ്മ്യൂണൽ ക്ലാഷ് നടക്കും അല്ലേ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കൊടിത്തുവയുടെ മുന്നിൽ പോയിട്ട് കുഞ്ഞായി മുസ്ലിയാർ ഇങ്ങനെ നിന്നു. എൻ്റെ തൃശ്ശൂർ ജില്ലയിൽ കൊടിത്തുവ എന്നാണ് പറയാം. നിങ്ങളുടെ നാട്ടിൽ തുവ കൊടിച്ചി എന്നൊക്കെ പറയുന്ന നാടുണ്ടാവും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ മങ്ങാട്ടച്ഛൻ കൊടിത്തുവ എടുത്ത് ശരീരത്തിൽ തേച്ചു. കുഞ്ഞായി മുസ്ലിയാർ പറഞ്ഞു, നീ വെള്ളത്തിൽ ചാടിക്കോളൂ എന്ന് പറഞ്ഞു. തൊട്ടടുത്ത് കാണുന്ന വെള്ളത്തിൽ ചാടി. ഇത് പൊന്നാനിയിലുണ്ടായ സംഭവമാണ് കേട്ടോ. വെള്ളത്തിൽ ചാടിയപ്പോൾ ചൊറിച്ചിൽ കൂടി. അതാണ് അതിൻ്റെ ഒരു സൈക്കോളജി. നനഞ്ഞാൽ ചൊറിച്ചിൽ കൂടും. അപ്പം കുഞ്ഞായി മുസ്ലിയാർ കയറിക്കോളാൻ പറഞ്ഞു. ഇങ്ങനെ തുള്ളിച്ചാടുക. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ കഥ നിങ്ങൾ മുന്നേയും കേട്ടിട്ടുണ്ടാവും. ഉസ്താദെ, മുസ്ലിങ്ങൾ BJP-യിലേക്ക് പോകുന്നു, എന്നാണ് അതിൻ്റെ പിറകിൽ? ഞാൻ ഇത് കഥ പൂർത്തീകരിച്ച് ഓർമ്മ വരികയാണെങ്കിൽ പറയാം. ഒന്നുകൂടി കമൻറ്റ് ചെയ്തോളൂ നിങ്ങളപ്പം. ഇവർ രണ്ടാളും പിന്നെയും കഥയേറെ പറഞ്ഞ് വന്നേരി ഗ്രാമപാതയിലൂടെ ചിരിച്ചും കളിച്ചും കടന്നു പോയിട്ടുണ്ട്. വേദാന്തിയാണ് മങ്ങാട്ടച്ഛൻ, അജ്ഞാനിയാണ് കുഞ്ഞായി മുസ്ലിയാർ. എന്താണ് അവിടെ സംഭവിച്ചത്? അവർ തമ്മിലൊരു വർഗീയത ഉണ്ടായില്ലല്ലോ, ക്ലാഷ് ഉണ്ടായില്ലല്ലോ. എനിക്ക് തോന്നുന്നത് മങ്ങാട്ടച്ഛൻ കൊടിത്തുവ ചൊറിഞ്ഞതാണ് എന്ന് അറിയാഞ്ഞിട്ടൊന്നുമല്ല അങ്ങനെ ചെയ്തത്. തൻ്റെ കുഞ്ഞായിനൊന്ന് ചിരിക്കട്ടെ എന്ന് കരുതി കൗതുകം പൂണ്ട കൗശലക്കാരനായി മാറുകയായിരുന്നു മങ്ങാട്ടച്ഛൻ എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. മങ്ങാട്ടച്ഛൻ എന്ന വേദാന്തിക്ക്, മലയാള പഴമയുള്ള വേദാന്തിക്ക് എങ്ങനെയാണ് കൊടിത്തുവ ചൊറിയില്ല എന്നറിയുക? നമ്മൾ അങ്ങനെയാണ് പ്രസംഗം കേട്ടത്. പക്ഷെ എൻ്റെ ചിന്തയിൽ വന്നത് ഞാൻ പറയാണ്, മങ്ങാട്ടച്ഛൻ അറിയാമായിരുന്നു അത് ചൊറിയുമെന്ന്. പക്ഷേ തൻ്റെ കുഞ്ഞായിനൊന്ന് ചിരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്.
ഇവിടെ മറ്റുള്ളവരൊന്ന് ചിരിക്കട്ടെ, ആഹ്ലാദമുണ്ടാകട്ടെ എന്ന് ചിന്തിക്കുന്നതിന് പകരം അന്യവന്റെ രക്തം ചൊലുത്താനും അന്യവന്റെ കണ്ണീര് കാണാനും ആഗ്രഹിക്കുന്ന ആളുകൾ ജീവിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കുഞ്ഞായിൻ മുസ്ലിയാർ യഥാർത്ഥ മുസ്ലിം ആയിരുന്നുവെങ്കിൽ മങ്ങാട്ടച്ചൻ സനാതന ഹിന്ദു ആയിരുന്നു. റൈറ്റ്. അന്ന് മതകീയമായ ചിന്തകൾ കൂടുതലുണ്ടായ ഒരു കാലത്ത് ഇവിടെ വർഗീയത ഉണ്ടായിട്ടില്ല. മതത്തിൽ നിന്ന് ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഭയങ്കര വർഗീയതയല്ലേ. പള്ളി വരാത്തവരൊക്കെ അങ്ങാടിയിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാൻ പോകുന്ന എന്തിന്റെ പേരിലാണ്? അത് മതകീയമായ ഒരു പ്രചോദനത്തിന്റെ പേരിലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇന്നൊരു സ്വാതന്ത്ര്യ സമരം ഉണ്ടായാൽ ഇന്ത്യയിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയോ? ഏറനാടിന്റെയും വള്ളുവനാടിന്റെയും മലമടക്കുകളിലിരുന്ന് ഗറില്ല പോരാളികളായി ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ കൂടെ സമരം ചെയ്ത മുസ്ലിമിനെ അറിയോ നിങ്ങൾ? എളമ്പളാശ്ശേരി ഉണ്ണിമൂസാണ് അദ്ദേഹത്തിന്റെ പേര്. ഗറില്ല പോരാട്ടായിരുന്നു. ഏറനാടിന്റെയും വള്ളുവനാടിന്റെയും മലമടക്കുകളിൽ പതുങ്ങിയിരുന്ന് ബ്രിട്ടീഷ് കാബാലികൾക്കെതിരെ സ്വാതന്ത്ര്യ സമരം പ്രഖ്യാപിച്ചവർ. ഇന്ന് നടക്കുക അത്. അത്രമേൽ നമ്മുടെ ചിന്താഗതി മാറിപ്പോയിട്ടുണ്ട്. അവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, സ്വത്വബോധമുള്ള മുസ്ലിമായി യഥാർത്ഥ ഇന്ത്യക്കാരനായി നമ്മൾ തെളിയിക്കണം. ഹരേ ശ്രീരാം എന്ന് വിളിക്കുമ്പോൾ ഞങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയേണ്ടവനല്ല മുസ്ലിം. കാരണം അതിന്റെ പകരമുള്ളൊരു വാക്കല്ല, അത്രയും നിന്ദ്യമായ വാക്കിന്റെ ഇപ്പുറത്ത് പ്രയോഗിക്കേണ്ട വാക്കല്ല അല്ലാഹു അക്ബർ. അവിടെ നമ്മൾ ജനാധിപത്യ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. ഹരേ ശ്രീരാം എന്ന് വിളിക്കുന്ന കാപഢ്യത്തിന്റെ മുന്നിൽ നമ്മൾ വിളിക്കേണ്ടത് ജയ് ഹിന്ദ് എന്നാണ്. ആ അർത്ഥത്തിൽ അവിടെ പാലക്കാട് നഗരസഭയിൽ ദേശീയ പതാക ഉയർത്തിയതിനെ ഞാൻ പൊളിറ്റിക്കലി എൻ്റെ വീക്ഷണങ്ങളെ മറന്നുകൊണ്ട് ഞാൻ അഭിനന്ദിച്ചു. പക്ഷേ ആ പതാക ഉയർത്തുന്ന നോക്കി നിന്ന പോലീസുകാർ ആദ്യം കേസെടുക്കേണ്ടതായിരുന്നു എന്ന് ആവർത്തിച്ചു പറയാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. ഒരു തീപ്പൊരി വീണാൽ പോലും കത്തിച്ചാമ്പലാകുന്ന മാനസികാവസ്ഥയിലേക്ക് ഇന്ത്യ മാറുമ്പോൾ കേസ് തരട്ടെ എന്നിട്ട് കേസെടുക്കാം എന്ന് പറയുന്ന പോലീസ് നിലപാട് ലജ്ജാവഹമാണ്. ഇനി കേസ് എടുത്തവരുടെ കാര്യത്തിൽ എന്താ സംഭവിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ ഒട്ടും പൊളിറ്റിക്കലി അല്ല ഈ കാര്യം പറയുന്നത്. കൃത്യമായി ഈ രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ശതകോടി ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് പറയാണ്. അപ്പോൾ ചാടി വീണ് കേസെടുക്കണം. നോക്കൂ, നിങ്ങൾ ഒന്നും ഉണ്ടായിട്ട് പറയല്ല. ലുലു മാളിൽ എറണാകുളത്ത് 2 ചെറുപ്പക്കാർ, അവരെ മതം ഏതായിക്കോട്ടെ മുസ്ലിമാണ്, ഒരു സിനിമാ നടിയെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ ശല്യപ്പെടുത്തി എന്നതിന്റെ പേരിൽ 4-5 ദിവസമായി നമ്മുടെ വളരെ പ്രധാനപ്പെട്ട മീഡിയകളിലും അവരുടെ ഓൺലൈൻ മീഡിയകളിൽ എത്ര വാർത്തയാണോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാനതിന് മതപരമായി പറയല്ല. ആ നടി തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചു എന്ന് പറയപ്പെടുന്നത് അവരെ തല്ലിയോ കൊല്ലൊന്നും ഇതില്ല, ഒന്ന് മുട്ടിയിട്ടുണ്ട്, തെറ്റാണ്. പക്ഷെ ഞാൻ പറയുന്നത് അത് പോലീസ് നടപടി എടുക്കട്ടെ. നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ അതിങ്ങനെ പ്രക്ഷേപണം ചെയ്യുകയാണ്. എത്രയധികം പെണ്ണുങ്ങളോട് പീഡിപ്പിക്കപ്പെട്ടു പോയിട്ടുണ്ട്. പാലത്തായിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു പോയിട്ടില്ലേ? അതിനേക്കാൾ എന്തൊക്കെ നിന്ദ്യമായ വേദനകൾ അനുഭവിക്കുന്ന സ്ത്രീജനങ്ങൾ ഇവിടെ. അതൊന്നും വാർത്തയല്ല, അതൊക്കെ ഒറ്റ ദിവസത്തെ വാർത്തയാണ്. ചിലപ്പോൾ ഓൺലൈനിൽ മിന്നി മറിയിപ്പോകുന്നൊരു വാർത്തയാണ്. ഇവിടെ എന്താണ് ഈ സിനിമാ നടിക്ക് കൂടുതലുള്ളത്? രാജ്യത്തിന്റെ ഒരു പൗരൻ മാത്രമല്ല അവര്. എന്തൊരാവേശമാണ് നമ്മൾ പോലീസ് കാണിച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. മിന്നൽ വേഗതയിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ അവരെ ന്യായീകരിക്കുന്നില്ല, അവർ മുസ്ലിങ്ങളായതുകൊണ്ട് ആണ് അങ്ങനെ ചെയ്തതെന്നും പറഞ്ഞാൽ വർഗീയമായി ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ. തെറ്റാര് ചെയ്താലും തെറ്റ് തന്നെയാണ്. പക്ഷെ നമ്മുടെ പോലീസ് എടുത്തൊരു നിലപാട് നോക്കി നിങ്ങൾ, നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു നിലപാട് നോക്കി നിങ്ങൾ. 4-5 ദിവസമായി ചാനൽ ഒരു സ്ത്രീയെ തൊട്ടു, തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കപ്പെട്ടാലും നമുക്ക് കാര്യമില്ല. പക്ഷെ അതിനേക്കാൾ ചാടി വീണ് കേസെടുക്കേണ്ട എത്രമേൽ പ്രമാദമായ കേസുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കരിപ്പൂർ വിമാനത്താവളത്തിൽ ലീഗിന്റെ കൊടി പറത്തിയത് തെറ്റല്ലേ? സഹോദര, ഞാൻ ഈ രാജ്യത്തെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും ചെയ്ത തെറ്റിന് മറുപടി പറയാനുള്ള ആളാണോ ബഷീർ ഫൈസി? നിങ്ങൾ എന്താ എന്നെ കുറിച്ച് മനസ്സിലാക്കിയത്? ഞാനിപ്പോൾ സമസ്തയുടെ ആളായിട്ടാണ് സംസാരിക്കുന്നത്. പൊളിറ്റിക്കൽ പാർട്ടികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരോട് ചോദിക്കുക, എന്നോടാണല്ലോ ചോദിക്കേണ്ടത്. പോട്ടെ, അതൊരു പാർട്ടിയുടെ കൊടിയോ ഒന്നുമില്ലെങ്കിൽ അതൊരു പാർട്ടിയുടെ കൊടിയാണ്. നിങ്ങൾ കെട്ടിയത് BJPയുടെ കൊടിയൊന്നുമല്ലല്ലോ. പാർട്ടിയുടെ കൊടി കെട്ടിയാലും ടെർമിനലിന്റെ മുകളിൽ കെട്ടിയത് തെറ്റാണ്, ആവേശം കൊണ്ട് ചെയ്തു പോയതാണ്. അതിന് കേസ് ഉണ്ടായിട്ടില്ലേ?
പക്ഷെ നിങ്ങൾ BJPയുടെ കൂട്ടിയല്ല കിട്ടിയത്, ഹരേ ശ്രീരാം എന്ന് പറയുന്നതാണ് കിട്ടിയത്. അതാരുടെയും സ്വത്തല്ല എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനെതിരെ കേസെടുക്കുന്നവരെ കാത്തു നിന്നു എന്നുള്ളത് തെറ്റാണ്. മറ്റേ സമീപകാലത്ത് ആഭ്യന്തര വകുപ്പിൽ നിന്നുണ്ടായ ഒട്ടേറെ നടപടിക്രമങ്ങൾ ആക്ഷേപാർഹമാണ് എന്ന് അവരുടെ പാർട്ടിക്കാരും രാജ്യത്തെ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഞാനത് ഒട്ടും പൊളിറ്റിക്കലായിട്ടല്ല പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ഇടയിൽ ഇങ്ങനെ പരാമർശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നടിയുടെ പേര് പോലും പറയുന്നത് തെറ്റാണ് അല്ലേ? നടിയുടെ പേര് പോലും തെറ്റാണ്. ചിലവർക്ക് ഇവർ എന്താണ് കൂടുതൽ എന്താ പറയുക, സൗകര്യങ്ങൾ, കൂടുതൽ അധികാരങ്ങൾ. ഇവിടെ ഒരു പെൺകുട്ടി വേറെ പീഡിപ്പിക്കപ്പെട്ട ആളുടെ അന്വേഷിക്കാൻ പോലും ആളുണ്ടാവില്ല അല്ലേ? ഫേസ്ബുക്കിൽ എത്രയോ പെൺകുട്ടികളെ തെറി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ട് അന്വേഷിക്കാൻ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അത് പറഞ്ഞ കൂട്ടത്തിൽ ഒന്നുകൂടി പറയാണ്ട്, ഇന്നലെ എന്നാണോ നമ്മുടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു ലീഡർ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉള്ളിൽ വർഗീയത ഉണ്ടായത് കൊണ്ടാണ് അവരിന്നത്തെ മുഖപ്രസംഗം എഴുതിയതെന്ന് പറഞ്ഞിട്ടുണ്ടായി. അത് നിശിതമായി നിഷേധിക്കുകയാണ്, അല്ലെങ്കിൽ അത് പ്രതിഷേധിക്കുകയാണ്. എന്തുകൊണ്ട്? ഈ രാജ്യത്ത് ആരെയും വിമർശിക്കാനുള്ള അവകാശമില്ലേ? നമ്മളത് വകവെച്ചു കൊടുക്കണ്ടേ? ആരോഗ്യപരമായ വിമർശനങ്ങൾ, അപ്പം അതിന് ആരോഗ്യപരമായ മറുപടി പറയേണ്ടതായിരുന്നു അല്ലേ? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ എഴുതിയതിന് ആശയപരമായി വിയോജിപ്പുണ്ടെങ്കിൽ അതങ്ങനെയല്ല, ഇങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞ് സൈദ്ധാന്തികമായി നിങ്ങൾക്ക് എഴുതാമായിരുന്നു. അതിന് പകരം വർഗീയത എന്നൊക്കെ ചാപ്പ കുത്തുന്നത് അപകടകരമായ ഒരു കാര്യമല്ലേ? ഒട്ടും പൊളിറ്റിക്കൽ അല്ലാതെ ഞാൻ ഈ പറയുന്നത്. NRCയുടെ സമയത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് വരാൻ വേണ്ടി കാത്തിരുന്ന ആളും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്ന് ഈ പ്രസ്താവന ഇറക്കിയ ആൾ മനസ്സിലാക്കണം. വർഗീയ പാർട്ടിയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കന്മാരെ അതിന് ക്ഷണിച്ചു വരുത്തിയത്? എന്തിനാണ്? നിങ്ങൾക്ക് തരാതരം പോലെ മാറ്റിപ്പിടിക്കാനും മാറി ചിന്തിക്കാനും ഉള്ള ഒരു കാർഡാണോ ഈ രാജ്യത്തെ പണ്ഡിതന്മാർ, ഇവിടുത്തെ മുസ്ലിം സമൂഹം? ഇനി അവസരങ്ങൾ വരും, NRCയുടെയോ മറ്റു അവസരങ്ങൾ വരും. അന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രതിനിധികളെ നിങ്ങൾ ക്ഷണിക്കുമ്പോൾ ഞങ്ങൾ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വർഗീയ പ്രസ്ഥാനമാണെന്ന് നിങ്ങൾ പറഞ്ഞ ആ വാക്ക് പിൻവലിച്ചിട്ടുണ്ടോ? പ്രസ്ഥാനമാണ്, സുതാര്യ. ഇത് സംഘപരിവാറിന്റെ ചിന്തയാണ്. എന്തെങ്കിലും പറയുമ്പോഴത്തേനും ഈ വർഗീയതയുടെ ചാപ്പങ്ങൾ അടിച്ചു കളയുന്ന പരിപാടി ഉണ്ടല്ലോ. അതാണല്ലോ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും സംസാരിക്കുമ്പോഴത്തേനും വർഗീയതയുടെ ചാപ്പടിച്ച ഒരാൾ ഇവിടെ വന്നല്ലോ എന്നതുപോലെ അതൊരു മതേതര പാർട്ടി എന്ന് അവകാശപ്പെടുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി ലീഡറിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. സമസ്തയുടെ മുഖപത്രത്വം അതിന്റെ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾക്ക് മുഖപത്രത്തിൽ അതിന് കൃത്യമായ മറുപടി എഴുതാമായിരുന്നു. അതിനൊരു EMS ജീവിച്ചിരിപ്പില്ല എന്ന ദുരന്തം നിങ്ങളിപ്പോൾ നേരിടുന്നുണ്ട് എന്ന് മാത്രം. അതെയൊക്കെ സൈദ്ധാന്തികമായി എത്ര അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും EMS ഒക്കെ ഒരു പ്രശ്നം വന്നാൽ അതിനെ സൈദ്ധാന്തികമായി മറുപടി പറഞ്ഞു ഒപ്പിക്കുമായിരുന്നു. ഇന്നങ്ങനെ പറയാൻ ആളില്ലാത്തത് കൊണ്ടാണ് ജയരാജനെ പോലെയുള്ള ആളുകൾ സമസ്തയുടെ മനസ്സ് വർഗീയമായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറയുന്നത്. ഇതൊക്കെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. നിങ്ങളെങ്കിലും തിരിച്ചറിയണം. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരു 2-3 നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞാൽ ഈ അഭിപ്രായ വ്യത്യാസമുള്ളവരൊക്കെ ഒന്നിച്ചു നിന്ന് BJPയെയും RSSനെയും തോൽപ്പിക്കുന്ന ഒരവസ്ഥ വരും. എഴുതി വെച്ചോളൂ, കേട്ടെഴുതി വെച്ചോളൂ. ഈ ഭാഗം നിങ്ങൾ എഴുതി വെച്ചോളൂ. ഒന്നിച്ചു നിന്ന് നമ്മൾ നേരിടേണ്ടി വരും. ഒരു 2 നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞാൽ പാലക്കാട് ഗുജറാത്താക്കുമെന്ന് കേരളത്തിൽ നിന്നിട്ടാണ് ഒരു BJPക്കാരൻ എഴുതിയത്. ഇതൊക്കെ നിങ്ങൾ ആലോചിക്കണം. ദക്ഷിണേന്ത്യയിലെ കേരളവും തമിഴ്നാടും പോലെയുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രമാണ് ഇനി BJPക്ക് അന്യമായി നിൽക്കുന്നത്. അവിടെയെങ്കിലും നിങ്ങൾ അന്യ സമുദായത്തിലെ ആളുകളെ ചാപ്പയടിച്ചു മാറ്റി നിർത്തേണ്ടവരല്ല. കുറച്ച് വരാനിരിക്കുന്ന എന്തെങ്കിലും സന്തോഷത്തിനോ വേണ്ടിയിട്ട് നിങ്ങളങ്ങനെ ചെയ്തു പോകരുത്. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും രണ്ടും തെറ്റാണ്. പക്ഷെ നിങ്ങൾ അതിന് ഇന്ധനം കൊടുക്കരുത്. ഇത് അപേക്ഷയൊന്നുമല്ല. നിങ്ങൾക്ക് തന്നെ അത് അപകടമായി മാറുന്ന ഒരു കാലം അനധിവിദൂരമല്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കെതിരെ നിങ്ങൾ അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ പത്രവാർത്തയെ എനിക്കറിയുള്ളൂ. നിങ്ങളുടെ ഫേസ്ബുക്ക് ഞാൻ പരിശോധിച്ചു, അങ്ങനെ വാർത്ത കണ്ടിട്ടില്ല. പക്ഷേ കേരളത്തിലെ പ്രശസ്തമായ പത്രമാധ്യമങ്ങളിൽ, നാളെ പത്രത്തിൽ വരുമെന്ന് എനിക്കറിയില്ല, ഇന്ന് ഓൺലൈൻ മീഡിയയിൽ അത് വന്നിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം.
നിങ്ങൾ സമസ്തയെക്കുറിച്ച് പഠിക്കാതെ അല്ലല്ലോ NRCക്ക് വേണ്ടി. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നല്ലോ, കരുവാരക്കുണ്ട് വാഫി കോളേജ്. അതിന്റെ ഉള്ളിൽ കയറി പ്രസംഗിച്ച ആളല്ലേ നിങ്ങൾ? അതിന് സ്വാതന്ത്ര്യം തന്ന ആളുകളല്ലേ ഞങ്ങള്? മിസ്റ്റർ ജയരാജൻ, കാളികാവിലെ വാഫി ക്യാമ്പസിൽ കയറി പ്രസംഗിച്ച ആളാണ് നിങ്ങൾ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആളുകൾ വർഗീയവാദികളായിരുന്നുവെങ്കിൽ നിങ്ങൾ അവിടെ ഒന്ന് പ്രസംഗിക്കുമോ? എന്നാണ് നിങ്ങൾക്ക് സമസ്ത വർഗീയവാദിയുടെ പ്രസ്ഥാനമാണെന്ന് കണ്ടത്? ഞാൻ ഈ ലൈവ് തുടങ്ങിയതിന് ശേഷം ഓൺലൈൻ മീഡിയ നോക്കിയിട്ടില്ല. നിങ്ങളങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുത്തണം. തിരുത്തിയിട്ടില്ലെങ്കിൽ സമസ്തക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ദൂരവ്യാപകമായ അപകടം അതുവഴി ഉണ്ടാകുമെന്ന് മാത്രം പറയാനാണ് ഞാൻ അവസരം ഉപയോഗിക്കുന്നത്. താങ്ക് യു ഓൾ. ഞാൻ എൻ്റെ വിഷയം എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഒരു സംഘപരിവാരകാരൻ വന്നു വീണത് കാരണം അവന് മറുപടി പറഞ്ഞ് അങ്ങനെ സമയം പോയി. പക്ഷെ എൻ്റെ നിലപാട് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ഒന്നിച്ചു നിന്ന് ഫാഷിസത്തിന് പടപൊരുതേണ്ട ഒരു കാലത്ത് പോലും ഭിന്നിപ്പിൻ്റെ വർത്തമാനങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഇല്ലാതിരിക്കുക. ഓരോരുത്തർക്കും അവരുടേതായ സംഘടനാപരമായ അഭിപ്രായങ്ങളും മറ്റുള്ളവരോട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതൊരു ആരോഗ്യകരമായി നിലനിന്ന് പോകട്ടെ. ഒരു ജനാധിപത്യ രാജ്യത്ത് വിരുദ്ധാഭിപ്രായങ്ങളെ സഹിഷ്ണുതയോടെ കാണുമ്പോഴാണ് രചനാത്മകമായ ഒരു ജനാധിപത്യം പുലരുകയുള്ളൂ. അല്ലാതെ ഈ ജനാധിപത്യം പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ ഇനിയും ഈ വർഗീയതയുടെ ചാപ്പകുത്ത് RSSകാരൻ നടത്തുന്നത് ഏറ്റുപിടിക്കാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും തയ്യാറാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മുടെ ലൈവ് അവസാനിക്കുകയാണ്. വാഹിർ ദഅവത്തി. അസ്സലാമു അലൈക്കും. അദ്ദേഹം തിരുത്തും തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ലൈവ് കഴിഞ്ഞ് നമുക്ക് നോക്കി നോക്കാം. അദ്ദേഹം ചിലപ്പോൾ തിരുത്താൻ സാധ്യതയുണ്ട്. ഓക്കെ. വിഷയം ആരൊക്കെയോ വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കുന്നു. വിഷയം എന്നോട് അല്ലേ, നമ്മളെങ്ങനെ വ്യതിചലിപ്പിക്കാനൊന്നും പറ്റില്ല. ഇന്ന് അങ്ങനെ പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ദിവസങ്ങൾ ഇനിയും വരുന്നുണ്ടല്ലോ. താങ്ക് യു ഓൾ. അപ്പോൾ നമുക്ക് പിരിയാം. ഇന്നിപ്പോൾ ഇനി നമ്മുടെ സ്വാഭാവിക വിഷയമല്ലാത്തത് കൊണ്ട് ദുആയൊന്നും നടത്താതെ നമുക്ക് പിരിയാം. ദുആ നടത്തുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല. നമ്മുടെ ഒരു സഹോദരൻ്റെ, നമ്മുടെ കബീർ സാഹിബിൻ്റെ മകൻ്റെ വൈഫ് ഇന്ന് ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു സന്തോഷകരമായ അവസ്ഥ കൊടുക്കട്ടെ, സാലിഹ സന്താനത്ത് കൊടുക്കട്ടെ. നമ്മുടെ ഹിലർ എന്ന് പറയുന്ന നമ്മുടെ യാത്രാ സംഘത്തെ സഹോദരൻ്റെ മൂത്താപ്പയല്ലേ മരിച്ചത്? മൂത്താപ്പയാണോ? മരിച്ചിട്ടുണ്ട്. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. അമ്മാവൻ മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കട്ടെ. എൻ്റെ സിസ്റ്ററുടെ മകളുടെ ഭർത്താവിൻ്റെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്. ഇന്നാണ് മരണപ്പെട്ടത്. ഇന്നലെ രാത്രിയാണ് മരണപ്പെട്ടത്. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ, സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അങ്ങനെ നമ്മളിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഭാര്യ, സഹോദരന്മാർ, സന്താനങ്ങൾ, ഉസ്താദുമാർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. ഈ ഉമ്മത്തിനെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ഈ രാജ്യത്ത് അള്ളാഹു സ്നേഹവും ഐക്യവും സമാധാനവും നിലനിൽക്കുന്ന ഒരന്തരീക്ഷം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയം തുടരും. 114-ാമത്തെ ദിവസം നമ്മൾ തുടരും. ഇന്നിങ്ങനെ വഴി വന്നു പോയതാണ്. നാളെ ഇങ്ങനെ കമൻറ്റ് വന്നാൽ പോലും നമ്മൾ മറുപടി പറയില്ല. അപ്പോൾ നിങ്ങൾ പരമാവധി എന്ന് പറഞ്ഞാൽ വെറുതെ ഉള്ള കാര്യങ്ങളല്ലോ. ബിഹക്കി മുഹമ്മദ് 50 വെച്ചങ്ങൾ പൂശിക്കൊള്ളിട്ടോ. അസ്സലാമു അലൈക്കും. ഇത് വലത്തെ ഇതാണ് കേട്ടോ, വലത്തെ ഇതാണ്. ഇനി നമ്മുടെ ഹബീബിങ്ങൾ മാത്രം ബാക്കിയാവും, ബാക്കിയുള്ളവരൊക്കെ പോകും. 1200 ആളുണ്ടായിരുന്നു. ചന്തമിൽ
തുറക്കാൻ മേലാ നിന്റെ ഉള്ളറക്കുൾ മീമെസിറാക്കി വച്ചതൈ കണ്ണാടിക്കുൾ പാരടാ ഇച്ച പച്ചയിൽ നീ കൂറാരടാ ഇമ്പത്തേൻ മൂറപ്പിൻ കഹരത്താലടാ അന്യത്തിൻ്റിടം വൈരിയത്തിൻ തടം മാറാനായി പൂതി പൂണ്ടേ ചിലർ മാത്ത് പിടിത്ത് കൊതിത്ത് മതിത്തിടൈ ചേർന്നോരും നാത്തിലാടാ ഇച്ച പച്ചയിൽ നീ കൂറാരടാ ഇമ്പത്തേ. അതാ ഒരാളുടെ ചോദ്യം. ഈ പറഞ്ഞൊന്നും കേൾക്കാതെ നിന്നിട്ടാണ് ഇപ്പോൾ കമൻറ്റ് ഇട്ടേക്കണം. മൂറപ്പിൻ കഹരത്താലടാ ആശിച്ച് പോയിടും ആശിച്ച പോലിടും അബ്ദിന്റെ ഭയക്കാരായമ്പും ഈ സാധു കുൾഫൈലെ നൽകുവോർ ചെങ്കോൽ മാണിക്യമാടാ മൊയ്തീൻ പറമ്പിൽ പീടികയുടെ മകൾ കോണിയിൽ നിന്ന് വീണ് തലയിൽ ബ്ലീഡിങ് കൊണ്ട് കാര്യം. ഒന്നാമീൻ പറയും ഹബീബിങ്ങളെ, നല്ല ഹബീബിങ്ങൾ ആമീൻ അള്ളാഹുവെ ഷിഫയാക്കി കൊടുക്കണമേ തമ്പുരാനെ, അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ, ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകാരെയും പടച്ചവനെ അത്തരം അപകടങ്ങളിൽ നിന്ന് കാക്കണേ തമ്പുരാനെ, പൊന്നുമോൾക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാ, രക്ഷപ്പെടുത്തണമേ അല്ലാ, റാഹത്ത് കൊടുക്കണേ അല്ലാ, ശിഫയാക്കണമേ അല്ലാ, ആമീൻ യാ റഹ്മാൻ. അപ്പോൾ അത് പിരിയാട്ടാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാളെ ഇതേ സമയത്ത് നമുക്ക് 114-ാമത്തെ ദിവസം വീണ്ടും ഒരുമിച്ച് കൂടാം. കൃത്യം 9:30 നമ്മൾ ആരംഭിക്കും.